ആരാധന തന്നെയാണ് വിഷയം. ആ ആരാധന എന്തായിരുന്നു എന്നാണ് പറയേണ്ടത്. നിസ്കരിച്ചു എന്നല്ലതല്ലോ. നിസ്കാരം ഇസ്രായേലിന് ശേഷം ഇസ്രായേലല്ലേ ഉണ്ടാകുന്നത്. ഇസ്രായേൽ മിറാജ് ഉണ്ടാകുന്ന സമയത്ത് അതിന് ശേഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. തീർച്ചയായിട്ടും. ശരി, 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തായിരുന്നല്ലോ. മക്കത്ത് വെച്ചിട്ട് എന്തിനാണ് മക്ക മുശ്രിക്കുകൾ, എന്താണ് ആരാധന, അതിന് പറഞ്ഞാൽ മതി. അല്ല, അത് മാത്രമല്ല, കാരണം മക്കയിലെ മുശ്രിക്കുകൾ വെറും ആരാധന കൊണ്ട് ശിർക്ക് ചെയ്തവരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളാ കരുതി ചോദിക്കാൻ നമ്മളെ കിട്ടൂല. നിങ്ങളെ പോക്കെ കെട്ടാന്ന് വാല് പൊന്തിക്കുമ്പോ നമുക്ക് തിരിയും എവിടേക്കായി പോണത്. മക്കയിലെ മുശ്രിക്കുകൾക്ക് 2 കാരണത്തിനാൽ അവർ ശിർക്ക് വെക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് അവരുടെ വിശ്വാസപരമായിട്ട് തന്നെ അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ ചാർത്തി, അങ്ങനെ ശിർക്ക് വരുന്നു. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് ആ വാജിബുൽ വജൂദാണ് എന്ന് വരെ മക്കയിലെ മുശ്രിക്കുകൾ ബിംബങ്ങളെ കുറിച്ച്, ദൈവങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരുന്നു എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ഒരു വിഭാഗം അങ്ങനെ വിശ്വസിച്ചവരാണ്. അങ്ങനെ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗോ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധനകൾ, ആ ആരാധനകൾ അള്ളാഹു ഏതര ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നു. ലാത്തക്കും ഉസ്സത്തും മനാത്തക്കും, ഏതൊക്കെ ഇബാദത്ത്, എന്തൊക്കെ ഇബാദത്താണ്, ഏത് ഇബാദത്തും ആ ഇബാദത്തിൽ ആ ദൈവത്തിന്റെ മുമ്പിൽ നമിക്കലുണ്ട്, സുജൂദുണ്ട്, അതിനു മുമ്പിൽ കുമ്പിടലുണ്ട്, അതുപോലെ തന്നെ തല താഴ്ത്തലുണ്ട്, തല നെറ്റിത്തടം നിരത്തി വെക്കലുണ്ട്, അതിനോട് ചോദിക്കലുണ്ട്, പല സംഗതികളും ഉണ്ട്. ഒന്ന് മാത്രല്ല, അതൊക്കെ ശിർക്കാകുന്നു. സുന്നികളായ നമ്മളോ അങ്ങനെ ഒരാളോടും അല്ലാഹു അല്ലാത്ത ഒരൊറ്റ ദൈവത്തിന്റെ മുമ്പിലും കുമ്പിടുന്നില്ല, അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നില്ല, മറ്റൊരു ദൈവത്തോട് ചോദിക്കുന്നില്ല, ആ ദൈവത്തിന്റെ മുമ്പിൽ നമിക്കുന്നേ ഇല്ല. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ശിർക്ക് ഏതോ, ആ ആരാധന ഏതോ, അതൊറ്റ ഒരു ആരാധനയുടെ ഒരു ഇനവും മുസ്ലിമീങ്ങളായ നമ്മൾ ചെയ്യുന്നേ ഇല്ല. അത് രണ്ടാണ്. ചോദിച്ചോളൂ. ആരാധന ഇവിടെ എല്ലാ സുന്നികൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ ആരാധന മക്ക മുശ്രിക്കുകൾ ചെയ്തു എന്നും പറഞ്ഞു. ആ ആരാധന നബിക്കലിന് മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ കപ്പലിൽ വെച്ച് അവര് ആരെയായിരുന്നു നമിച്ചിരുന്നത്? ലാത്തയുടെ ബിംബം അവർ കൊണ്ടുവന്നോ? ഉസ്സയുടെ ബിംബം അവർ കൊണ്ടുവന്നോ? എന്തായിരുന്നു ആ ആരാധന? ഞാൻ വിശദീകരിക്കും. അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ച് ഇങ്ങനെ വരട്ടെ, അതല്ലേ വേണ്ടത്. കുറെ നേരം നിങ്ങൾ കപ്പൽ കയറാൻ തോന്നിയിട്ട് ഞാൻ അതൊന്നും ശരിയാക്കുക. ആ കപ്പൽ കാര്യങ്ങൾ റെഡിയാക്കി എന്നാ പിന്നെ കപ്പൽ കാര്യം അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഈ കപ്പലിൽ കയറിയാലുള്ള അവസ്ഥ, ഇടങ്ങിയാറായ മുജാഹിദ് കുടുങ്ങണ നേരത്ത് പിന്നെ അവസാനം കപ്പൽ കയറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കപ്പലിലാണ് കയറ്റി തരങ്ങൾ, എന്നാ പിന്നെ ആ വേസാടില്ലല്ലോ. എന്താണ് ആ കപ്പലിൽ പറയുന്നത്? കപ്പൽ കയറുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം സഹോദര. സൂറത്തുൽ അൻകബൂത്തിലെ 65-ാമത്തെ വചനമാണിത്. ഇവിടെ മുജാഹിദുകൾ സാധാരണഗതിയിൽ നടത്തുന്ന ഒരു ദുർവ്യാഖ്യാനമുണ്ട്. എന്താണത് പറയുന്നത്? ഈ സമുദ്രത്തിലൂടെ കപ്പലിൽ കയറി അവർ മക്കയിലെ മുശ്രിക്കുകൾ സഞ്ചരിക്കും. അങ്ങനെ കാറ്റും കോളും വരുമ്പോ അതിൽ ആടിയുലയുന്ന നേരത്ത് അവർ അള്ളാഹുവിനോടാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയും. അല്ല, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു. അപ്പൊ ഈ മുജാഹിദ് പറയുന്നത് എന്താ? അപ്പൊ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നില്ലേ? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസുള്ളവരായിട്ട് നിഷ്കളങ്കരായി പ്രാർത്ഥിച്ചിരുന്നില്ലേ? എന്നിട്ട് എന്തേ? അതുകൊണ്ട് എന്തേ ഇപ്പൊ ആയത്? നമുക്ക് പതാതും തീരുമാനിക്കാം. പ്രാർത്ഥിച്ചത് എങ്ങനെയെന്ന് രണ്ടാമത് ഞാൻ പറയുന്നുണ്ട്, തഫ്സീർ ഞാൻ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് അതല്ല. മക്കയിലെ മുശ്രിക്കുകള് കപ്പലിൽ കയറി അവരുടെ ഒരു കുടുങ്ങണ നേരത്ത് ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ, കപ്പൽ ഇപ്പൊ മുങ്ങുമെന്നൊരവസ്ഥ എത്തിയപ്പോ അവർ നിഷ്കളങ്കമായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവരുടെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒന്നും വിളിച്ചിട്ടൊന്നും ഒരു കാര്യം കിട്ടണില്ല. അപ്പൊ പിന്നെ അവർ ചിന്തിക്കുന്ന മുഹമ്മദ് പറഞ്ഞ ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിനൊന്ന് സഹായിക്കട്ടെ എന്നവർ വിളിച്ചിരുന്നു എന്നാണ് ഇപ്പൊ ഇതനുസരിച്ച് മുജാഹിദുകൾ പറയാറുള്ളത്. ശരി, അങ്ങനെ ഖുർആൻ പറയുന്നു ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അങ്ങനെ കാറ്റും കോളും ഒക്കെ വന്ന് രക്ഷപ്പെട്ട് അത് കുറച്ചാണ് അമർന്ന് അങ്ങനെ കപ്പല് കരയിലേക്ക് എത്തിയാലോ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. മക്കയിലെ മുശ്രിക്കുകൾ വീണ്ടും ശിർക്ക് ചെയ്യും. പഴയപടി തന്നെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിച്ചിരുന്നു. ഇതാണ് ഖുർആൻ പറയുന്നത്. മുജാഹിദുകളെ ഭാഷ അനുസരിച്ചുള്ള അർത്ഥമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ മുജാഹിദ് പറയുന്നത് പോലെ തന്നെ സങ്കല്പിക്കുക.
വിളിക്കുക. എന്നാൽ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചും മനസ്സിലാക്കി കൊണ്ടുമാണ് അവർ വിളിക്കുന്നത്. അല്ലേ അല്ല, അവർ ചിന്തിക്കുന്നത് എന്താ? നമ്മളെ ദൈവത്തിനൊന്നും ഒരു സഹായം ഇല്ലാതെ ചെയ്യാൻ കഴിയാത്ത കോലത്തിലേക്കാണ്. ഇനിയിപ്പോ ഇയാൾ മുഹമ്മദ് പറഞ്ഞൊരു ദൈവം അതിനൊന്നും നോക്കുക. അങ്ങനെ ഉണ്ടല്ലോ, ഒക്കെ പോയി നഞ്ഞ് മമ്മൂന്ന് പിടിച്ചു നോക്കുക. ആയെങ്കിൽ ആയി, വായങ്കരുത് പൊങ്ങ്, ആയെങ്കിൽ തെങ്ങ് പോയെങ്കിൽ പൊങ്ങ് പറഞ്ഞു കൊണ്ടൊരാള് എന്നതുപോലെയുള്ള ഒരു ദൈവം. ഈ വിശ്വാസം എങ്ങനെ തൗഹീദാകുമോ? നിങ്ങൾ എവിടെ നിന്നാണ് സഹോദരന്മാരെ തൗഹീദ് പഠിച്ചത്, ഖുർആൻ പഠിച്ചത്? എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നു. മക്കയിലെ മുശ്രിക്കുകൾ ഈ വിളിയെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. കാരണം മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് ചോദിച്ചവരോ വിളിച്ചവരോ അല്ല അവർ. പിന്നെയോ അതാ തഫ്സീറുകൾ പറയുന്നു, ഐ അലാ സൂറത്തിൽ മുഖ്ലിസീന. നോക്ക് നിങ്ങൾ, അതായത് ആത്മാർത്ഥത ഉള്ളവർ എന്നല്ല, ആത്മാർത്ഥത ഉള്ളവരുടെ കോലത്തില് അതിലുള്ള മുസ്ലിമീകളൊക്കെ അള്ളാഹ് പടച്ചോരെ എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോ ഓലും ആ കോലത്തിൽ എന്ന് പറഞ്ഞിങ്ങനെ കോലം കെട്ടിയിരുന്നു എന്നാണ്. യഥാർത്ഥ ഇഖ്ലാസ് ഉണ്ടായിരുന്നു എന്നല്ല. തഫ്സീർ പഠിച്ചോളൂ. ഒന്നല്ല, തഫ്സീർ ബഹറുൽ മുഹീത്ത് ഒരുപാട് തഫ്സീറുകളിൽ കാണാം. കണ്ടോ, മുഖ്ലിസീന ലഹുദ്ദീൻ എന്നിട്ട് പറയുന്നു വഫിൽ മുഖ്ലിസീന, ഇവരെ കുറിച്ച് മുഖ്ലിസായിട്ട് ഇഖ്ലാസ് ഉള്ള രൂപത്തിൽ അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് തന്നെ അതിലുണ്ട് വെറുബുമിനത്തഹക്കുമി. ഓല പരിഹസിക്കലുണ്ട് എന്നാ. കാരണം ഓല മനസ്സിൽ യഥാർത്ഥ ഇഖ്ലാസും തൗഹീദും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹ് പറയാ എന്താ പോന്റെ ഇഖ്ലാസ് എന്നറിയോ? ഈ പ്രയോഗമാണ് അതിലുള്ളത്. അതല്ലാതെ അവർക്കുള്ള ഇഖ്ലാസ് യഥാർത്ഥത്തിൽ ഉള്ളത് കൊണ്ടല്ല. ഐ ഫീ സൂറത്തിൽ മുഖ്ലിസീന. നോക്ക് നിങ്ങൾ, മുഖ്ലിസീങ്ങളായ ഇഖ്ലാസ് ഉള്ളവരുടെ രൂപഭാവത്തിലായിരുന്നു. തഫ്സീർ ബഹറുൽ മുഹീത്ത്, അതുപോലെ തഫ്സീർ റൂഹുൽ ബയാൻ. ഇനി നിങ്ങൾക്കറിയോ തഫ്സീർ ബറാഹിൽ അബീദിൽ കാണാം ഐ മുഖ്ലിസീന ലഹുദ്ദീൻ ഐ സൂറത്തൻ, രൂപഭാവത്തിൽ ഇഖ്ലാസ് ഉള്ളവരായിരുന്നു. പക്ഷെ ഈമാൻ അവർക്കുണ്ടായിട്ടില്ല, തൗഹീദ് അവർക്കുണ്ടായിട്ടില്ല. ഇനി വേണോ തഫ്സീർ? തഫ്സീർ തൻസീൽ നോക്കിക്കോ, മുഖ്ലിസീന ലഹുദ്ദീൻ ഐ ഖായിരീന ഫീ സൂറത്തി മൻ യുഖ്ലിസുദ്ദീന. ഇഖ്ലാസ് ഉള്ളവരുടെ രൂപഭാവത്തിൽ അവർ ചെയ്തിരുന്നു. യഥാർത്ഥ ഇഖ്ലാസും യഥാർത്ഥ തൗഹീദും യഥാർത്ഥ ഈമാനും അവർക്കില്ല. ഇനി നോക്കണോ തഫ്സീറുൽ മദ്ഹരി ഐ യദഊന ഖായിരീന ഫീ സൂറത്തി മൻ അഖ്ലസ ദീനഹു മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളിൽ നിന്ന് ഇഖ്ലാസ് ഉള്ള മുഅ്മിനീകൾ ഉണ്ടല്ലോ, അവർ ദ്വാരക്കുന്ന ആ രൂപത്തിൽ ഈ മക്കയിലെ മുശ്രിക്ക് പ്രാർത്ഥിച്ചിരുന്നു. അല്ലാതെ ഇഖ്ലാസും ഈമാനും അവർക്കില്ല. തഫ്സീർ ഫത്ഹുൽ ഖദീർ ആരാ? ഷൗക്കാനി, മുജാഹിദിന്റെ നേതാവാ. അതെങ്കിലും നോയിക്കോളൂ സഹോദര. അതിൽ പറയുന്നത് എന്താ? ഐ ഖായിരീന അലാ സൂറത്തിൽ മുഖ്ലിസീന ലഹു, മുഖ്ലിസീങ്ങളായ ആളുകളുടെ ആ രൂപത്തിലായിരുന്നു. അല്ലാതെ അവർക്ക് ഇഖ്ലാസ് ഇല്ല, അവർക്ക് തൗഹീദില്ല, അവർക്ക് ഈമാനില്ല. എത്ര തഫ്സീർ ആലൂസിയുടെ റൂഹുൽ മആനി അതിലും കാണാം ഐ ഖായിരീന ഫീ സൂറത്തി മൻ അഖ്ലസ ദീനഹു. എല്ലാ തഫ്സീറും പറയുന്നു എന്ത്? കപ്പൽ കോളുകളിൽ പെട്ട് വിഷമിക്കുന്ന നേരത്ത് മക്കയിലെ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നത് യഥാർത്ഥ ഈമാനും യഥാർത്ഥ തൗഹീദും മുന്നിൽ വെച്ചുകൊണ്ടല്ല. അല്ലേ അല്ല. പിന്നെയോ അവർ മുഅ്മിനീങ്ങൾ കപ്പലിലുണ്ടാവുമല്ലോ, അവർ ഇഖ്ലാസിൽ അല്ലാഹുവോട് ദുആർക്കും. ആ രൂപഭാവത്തിൽ വരും ആമേൻ ആമേൻ എന്ന് പറയില്ലേ, എന്നതുപോലെ ഇങ്ങനെ ഇന്നിയും ഞങ്ങളെയും എന്നുള്ള ആ ഇഖ്ലാസ് ഉള്ളവരുടെ രൂപഭാവത്തിൽ അവർ ചെയ്തിരുന്നു എന്നാണ് തഫ്സീർ ഇബ്നു ജരീർ ത്വബരി. നോക്കിക്കോ, തഫ്സീർ ഇബ്നു ജരീർ ത്വബരിയിൽ കാണാം അതോടൊപ്പം അന്നഹു മുദ്മിറുൽ ലിൽ കുഫ്രി, ഉള്ളിൽ അവര് കുഫ്രിയത്ത് മറച്ചു വെച്ചവരായിരുന്നു. തഫ്സീർ ഇബ്നു ജരീർ ത്വബരി ഹിജറ 310 വഫാത്തായ ഇമാം ഇബ്നു ജരീർ ത്വബരി അബൂ ജാഫർ ഇബ്നു ജരീർ ത്വബരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ജാമിഉൽ ബയാൻ എന്ന തഫ്സീർ അതിലൊക്കെ കാണാം. അല്ലാതെ പറഞ്ഞപ്പോഴേക്ക് അള്ളാഹുവിൽ അവർ വിശ്വാസം ഉണ്ടായി, അള്ളാഹുവിൽ അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചു, തൗഹീദ് ഉണ്ടായി എന്ന അബദ്ധമൊന്നും പറയണ്ട. ഇതൊക്കെ മുജാഹിദ് ദുർവ്യാഖ്യാനിച്ച് സാധുക്കളായ നിങ്ങളെ പോലത്തെ മുജാഹിദ് മൗലവിമാരെ ചെറുകിട ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. വഞ്ചിതനാകരുത് എന്ന് വിനയ പുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന ആയത്തൊന്നും സുന്നികൾക്ക് എതിരാവൂല. സുന്നികൾ ചെയ്യുന്നത് ഏതോ അതല്ല മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നത് ഏതോ ലോകത്തുള്ള ഒരൊറ്റ മുസ്ലിമും ചെയ്യുന്നില്ല. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല, തൗഹീദില്ല, റിസാലത്തിൽ വിശ്വാസമില്ല, നുബുവത്തിൽ വിശ്വാസമില്ലാത്തവരാണ് മക്കയിലെ മുശ്രിക്കുകൾ.
സുന്നികളായ മുസ്ലിമീങ്ങളോ അവർ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ മുഴുവനും വിശ്വസിക്കുന്നു. ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ശക്തിക്കും ആരാധിക്കാൻ പറ്റില്ല അല്ലാഹു അല്ലാതെ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെയാക്കാനുള്ള കുൽസിത ശ്രമം ആ ശ്രമത്തിൽ മുജാഹിദുകൾ എല്ലാവരും പരാജയപ്പെട്ടതുപോലെ നിങ്ങളും പരാജയപ്പെട്ട വിവരം സന്തോഷപൂർവ്വം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംബന്ധിച്ച് ദുഃഖപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ മമ്പ്രം ചരിത്രത്തിൽ ഒരു കപ്പലിൽ കുടുങ്ങിയ നേരത്ത് മമ്പ്രത്തെ തങ്ങളെ ഓർമ്മ വന്നു, മമ്പ്രത്തെ തങ്ങളെ വിളിച്ച് സഹായം തേടിയെന്നും ഉണ്ട്. എന്നിട്ട് രക്ഷപ്പെട്ടു എന്നും ഒരു ചൂട്ട് കെട്ടിക്കാണ്ട് രക്ഷപ്പെട്ടു എന്നുമുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം പുസ്തകം പറയും. വളരെ വലിയ വ്യത്യാസമുണ്ട്. അതെന്താ? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു. പിന്നെ മുസ്ലിമീങ്ങൾ മമ്പുറത്തെ തങ്ങളെ വിളിച്ച മുസ്ലിമീങ്ങൾക്കോ അവർക്ക് വലിയ വിശ്വാസമുണ്ട്. അള്ളാഹു മാത്രമേ ആരാധനക്ക് തരപ്പെട്ടവനുള്ളൂ. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസമുണ്ട്, കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസമുണ്ട്, നന്മതിന്മകളെ കൊണ്ട് വിശ്വാസമുണ്ട്, ഖിയാമത്തിനെ കൊണ്ടുള്ള വിശ്വാസമുണ്ട്. മക്കയിലെ മുസ്ലികൾക്കോ ഇതൊന്നും അവർക്കില്ല. പിന്നെ എങ്ങനെ ഒരുപോലെ ആവുക? മമ്പുറത്തെ തങ്ങളെ വിളിച്ച ആളുകളോ ഈ വിശ്വാസം അള്ളാഹു ലോകത്ത് മനുഷ്യന് ഇളകാനും ചലിക്കാനും സംസാരിക്കാനും നടക്കാനും എല്ലാറ്റിനുമുള്ള കഴിവ് നൽകുന്നവൻ അള്ളാഹുവാണ്. ആ കഴിവ് നൽകുന്ന അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരായ ഖുതുബുസ്സമാനായ വലിയായ മുജാഹിദുകളെ ഭാഷയിൽ ബിംബമാണ് അവർ പ്രഖ്യാപിച്ചല്ലോ. മഅദല്ലാ, ആ മമ്പുറത്തെ തങ്ങൾക്ക് അള്ളാഹു കറാമത്തുകൾ നൽകുന്നു. ആ നൽകുന്ന കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മമ്പുറത്തെ തങ്ങൾ സഹായിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ മമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നു. ഏതുപോലെ മുസ്ലിമീങ്ങൾ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ എന്ന് മുഹയ്യദ്ദീൻ തങ്ങളെ വിളിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ മദീനത്തുള്ള ആരംഭ റസൂലിനെ വിളിക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. മുസ്ലിമീങ്ങൾ ആരംഭ റസൂലിനെ വിളിക്കുന്നു. ഈ വിശ്വാസമാണ് സഹോദരന്മാരെ. ഇതുപോലെ മുസ്ലിമീങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മക്കയിലെ മുശ്രിക്കുകൾ വിളിക്കുന്നതോ അള്ളാഹുവിൽ വിശ്വാസമില്ല, അള്ളാഹുവിലെ മലക്കുകളെ കുറിച്ച് വിശ്വാസമില്ല, റസൂലിനെ കുറിച്ച് വിശ്വാസമില്ല. മറിച്ച് ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നവരാണ് അവർ. ആ രൂപത്തിലാണ് അവരുടെ ചെയ്തികൾ. അത് രണ്ടും ഒരുപോലെയല്ല. ഈ വിളിച്ച ആൾ പറയുന്നത് മമ്പറത്തെ തങ്ങളെ കുറിച്ച് ദിവ്യത്വം കൽപ്പിച്ചിട്ട് ഇത് ദിവ്യത്വത്തിന് തെളിവാണ്, മമ്പറത്തെ തങ്ങൾക്കല്ല ദിവ്യത്വത്തിന് തെളിവാണ് എന്നാണ്. ദിവ്യത്വത്തിന് തെളിവ് എന്ന് പറഞ്ഞാല് അവിടുന്ന് രക്ഷപ്പെട്ടത്. അതെ എന്ന് ആര് പറഞ്ഞു? ഈ കപ്പലുടമസ്ഥൻ പറഞ്ഞു രക്ഷപ്പെട്ടതിന് ശേഷം. കപ്പലുടമസ്ഥൻ മുസ്ലിമാണോ അല്ലാത്തവരാണോ? അത് നിങ്ങളാണ് ചോദിക്കേണ്ടത്. അത് ചോദിച്ച നിങ്ങളാണോ പറയേണ്ടത്? അത് ചോദ്യം ഞാൻ കൊണ്ടുവരണം എന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഉത്തരം പറഞ്ഞു. ഞാന് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. പിന്നെ ചോദ്യത്തിന്റെ ഭാഗത്ത് അത് ഞാൻ കൊണ്ടുവരണം പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതേപോലെ മുസ്ലിം പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ. അതിലിപ്പോ ദിവ്യത്വം കൽപ്പിച്ചു. അത് തങ്ങളെ മുന്നിൽ തങ്ങളോട് പറഞ്ഞതല്ല. നിങ്ങൾക്കുള്ള ദിവ്യത്വത്തിന്റെ തെളിവാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതെന്താണെന്നറിയോ നിങ്ങള്? അത് ആ പറഞ്ഞ സാധുവിന് വിവരമില്ലാത്തത് കൊണ്ടാണ്. അയാൾ ദിവ്യത്വം അവളെ മനസ്സിലാക്കിയതാ നിങ്ങളെ കറാമത്തോട് ഞങ്ങൾ കഴിച്ചിലായി എന്നാണ്. ആ അർത്ഥത്തിലാണ് അയാളാ പറഞ്ഞത്. അതിനൊരു പന്തികേടുമില്ല. അതല്ല അള്ളാഹുവിന്റെ യഥാർത്ഥ കഴിവാണ്, ആ കഴിവ് പോലത്തെ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണോ? ആ അർത്ഥത്തിലുള്ള ദിവ്യത്വമാണോ? ദൈവീകത ഉലൂഹിയത്ത് എന്ന അർത്ഥത്താണോ? അത് പാടില്ല. പക്ഷെ ആ പറഞ്ഞ സാധു ആ അർത്ഥത്തിലല്ല പറഞ്ഞിട്ടുണ്ടാകുക എന്ന് നിങ്ങളെ വരികളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. നിങ്ങൾ വായിച്ച പുസ്തകം ഏതെന്ന് എനിക്കറിയില്ല. സമസ്ത കേരള ജമിയത്തുൽ നടത്തിയ പുസ്തകമൊന്നല്ല. അതുപോലെ തന്നെ നമ്മുടെ ഒന്നുമല്ല, ഏതോ ഒരു ബുക്കിൽ നിന്ന് വായിക്കാണ്. അപ്പൊ ആ എഴുതിയ സാധുവിന്റെ വിവരം അനുസരിച്ച് എഴുതിയതും പറഞ്ഞതുമാകും. അതിന് കുഴപ്പമൊന്നുമില്ല. പുസ്തകം ഒരു ബുക്കിന്ന് വായിക്കാണ്. നിങ്ങൾ അതൊക്കെ പറയും. നിങ്ങൾ ഒരു ബുക്കിന്ന് വായിക്കാണ്. അവിടെ എന്താ ഈ പേരൊന്നും പറയാൻ പറ്റാത്ത ബുക്ക് അത്രയുള്ള പിന്നെ ഒരു പ്രസിദ്ധീകരിച്ചു, പിന്നെ ഒരു എഴുതി ഇന്ന ആള് അങ്ങനെ ഞങ്ങൾ പറയുന്ന ബുക്ക് ഇതല്ല. നോക്കികളെ മണിയായിട്ട് തന്നെ ഇവിടുത്തെ പറയണത്. പിന്നെന്തിനത് ഒളിച്ചു പൂത്തിയും വെക്കല്? നമ്മൾ ഈ തോളിന്നല്ല സ്വർഗത്ത് പോണ്ട ആൾക്കാരല്ലേ? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും
അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാകുകയില്ല. അത് ശിർക്കാകുകയില്ല. ഇത് തന്നെയാണോ അതിന്റെ വിശ്വാസം? യഥാർത്ഥത്തിൽ അക്കാര്യത്തിന്റെ വിശ്വാസം അതേ വിശ്വാസം ഞാൻ പറയണില്ല. മുജാഹിദ് നേതാവ് ഷംസുദ്ദീൻ മദനി ജിന്നമോലി ഉണ്ടല്ലോ, ഷംസുദ്ദീൻ മദനി പാലത്ത് പറഞ്ഞൊരു ഖുർആൻ വെച്ചുകൊടുത്ത ഒരു വസ്തുവിന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്താൽ പോലും അതെന്താവൂല, ശിർക്കാവൂല, ആരാധനയാവൂലാന്ന് ഷംസുദ്ദീൻ മൗലവി പാലത്ത് പറഞ്ഞൊരു ക്ലിപ്പുണ്ട്. അത് വെച്ചുകൊടുത്താൽ പ്രശ്നം പരിഹരിക്കും. വിശ്വസിക്കുന്നവരാണ്. ആദർശം എന്ന് പറഞ്ഞാൽ കേവലം കാണാത്തത് എന്നല്ല, കേവലം നമ്മുടെ പരിധിക്കപ്പുറത്തുള്ളത് എന്നല്ല, അതിനെല്ലാം ഉപരിയായി ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് എന്നാണ്. അറ്റം എന്നുള്ളതിന് ആയത്ത് എന്നാണ് പറയുക. അഖ്സ എന്ന് മാത്രമായി പറഞ്ഞാലോ അറ്റത്തിന്റെ അപ്പുറമാണ്. അഖ്സ അങ്ങേയറ്റമാണ്. അഖ്സ ആയത്ത് എന്ന് പറഞ്ഞാലോ അറ്റത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം, അഥവാ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖല. അതിനാണ് മലയാള ഭാഷയിൽ അഭൗതികത എന്ന് പറയുക. തഫ്സീറുകൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. ഇബാദത്തിന് നൽകപ്പെട്ട നിർവചനങ്ങളിൽ ഏറ്റവും വ്യാപകമായും പ്രചാരമായതിലും നമ്മൾ കാണുന്നത് എന്താണ്? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? വിനയത്തിന്റെ വണക്കത്തിന്റെ ഏത് ഒരു സർക്കാരിനെ കേവലം അനുസരിക്കുന്ന വിഷയമല്ല, അങ്ങേയറ്റം അല്ല, അറ്റത്തിനും അപ്പുറം. അതെ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അഭൗതികത. അഭൗതികമായ വണക്കമില്ലാതെ, അഭൗതികമായ അർപ്പണമില്ലാതെ ആരാധന ഉണ്ടാവുകയില്ല. ആരാധനയിൽ എന്നിങ്ങനെയുള്ള രണ്ടു വശങ്ങൾ ഉണ്ടാകും. ഈ രണ്ടു വശങ്ങൾ ഉൾച്ചേർന്ന ഏത് വിഷയവും, അത് പ്രാർത്ഥനയാകട്ടെ, നേർച്ച വഴിപാടുകളാകട്ടെ, മനസ്സിന്റെ സങ്കല്പങ്ങളായിരുന്നാൽ പോലും, ഞാനൊരു ചിഹ്നം കാണുമ്പോൾ, ഒരു രൂപം കാണുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഞാനൊരു മഖ്ബറ കാണുന്നു, ആ മഖ്ബറ കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു ഭയവികാരം, ഒരു പ്രത്യേകമായ തഖ്വ ഇങ്ങനെ കടന്നു വന്നു എന്ന് കരുതുക. ആ തഖ്വയുടെ പേരിൽ ഒരു ചേഷ്ടയും ഞാൻ നടത്തിയില്ല, തലകുറിച്ചില്ല, മഖ്ബറയിലുള്ള ആളോട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ അഭൗതികമായ ഒരു വികാരം, ആരാധനാപരമായ ഒരു ഭാവം, പ്രാർത്ഥനാഭാവം എന്റെ മനസ്സിൽ കടന്നു വന്നാൽ അത് മാത്രം മതി ഒരു കാര്യം ഇബാദത്താകാൻ. ഇതില്ലാതെ നമ്മൾ സുജൂദിൽ കിടന്നാലും ആ സുജൂദ് പാപമായേക്കും എന്നല്ലാതെ ശിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതില്ലാതെ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ, ഒരു ബിംബത്തിന് മുമ്പിൽ, മക്കളുടെ മുമ്പിൽ സുജൂദ് കടന്നാൽ പോലും അത് പാപമാകുമെന്നല്ലാതെ ആരാധനയാണെന്ന് പറയാൻ പറ്റൂല. ഇത് മടവൂർ ഗ്രൂപ്പല്ല, നിങ്ങളെ ഗ്രൂപ്പ് തന്നെയാണ്. അതാ രസം. ഞങ്ങളെ വലിയ പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മുപ്പരേത് ഗ്രൂപ്പാന്ന് വരെ എനിക്കറിയാം. ഞങ്ങൾ ഈ പരിസരത്തുള്ള എല്ലാ മുഖാമുഖത്തിനും മുപ്പരതിൽ വന്ന് സഹകരിക്കാനുള്ള ഒരു മനുഷ്യനാണ്. അത് എന്നിട്ട് പറയട്ടെ. അപ്പൊ പേരോട് ഉസ്താദ് പറഞ്ഞാൽ കണ്ടിച്ചോ? ഹൊസൻകുടി സംഭവത്തിൽ വെച്ചിട്ട് എന്താ പേരോട് ഉസ്താദ് അതിന് പിന്നെ തീരുമാനിക്കും. ഇപ്പൊ നിങ്ങളെ ചോദിച്ചതിന് മറുപടി എന്താ? ശിർക്കാണോ? അല്ലേ? മുജാഹിദ് നേതാക്കളൊക്കെ പറഞ്ഞ അതേ മറുപടി. അത് മറുപടി. അപ്പൊ ശിർക്കാണെന്ന് പറഞ്ഞാലോ? അല്ല, ഞങ്ങൾ മുജാഹിദ് മറുപടി ഒക്കെ പറഞ്ഞ അതേ മറുപടി തന്നെയാണ്. ഞങ്ങളെ ഉസ്താദം പറഞ്ഞേ കേൾക്കാൻ ഉസ്താദ് പറഞ്ഞതൊക്കെ എന്തൊക്കെ ഞാൻ അപ്പൊ ഒപ്പുണ്ട്. ഞാൻ ഉസ്താദ് ഇങ്ങനെ പറയാൻ ഞാൻ കിതാബ് എടുത്തു. അങ്ങനെയല്ലോ, അതാ രസം ആണ്. അത് ഉസ്താദ് പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതാണ്. അതെ, അത് നിങ്ങൾ പറയണ്ട. അതൊന്നും എതിരല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി, ഒന്നും പ്രശ്നമില്ല. നിങ്ങളിപ്പോ അതൊക്കെ ഞാൻ ഹല്ലാക്കി തരാം. അതൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ബേജാറാകണ്ട. ഇത് ബേജാറല്ല ഉസ്താദേ, ഇത് ഹൊസൻകുടി സംവാദം കറങ്ങാൻ തന്നെ കാരണമായ ഒരു കാര്യമാണ്. ഇത് ശിർക്കല്ലാന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി പഴച്ചു നിൽക്കുള്ള ഒരു സക്കാഫി കാവ്യനായി പോയി എന്ന് പറഞ്ഞ പേരോട് ഉസ്താദാ. ഈ ഹൊസൻകുടി സംവാദം കറങ്ങാൻ ഈ ഒരൊറ്റ കാരണം ഉണ്ടായത്. കാണിക്കാം. ഞാൻ ആ സംവാദത്തിന് നേതൃത്വം കൊടുത്ത ആളാ, ശ്രോതാവുമല്ല. പേരോട് ഉസ്താദും അള്ളാഹു തോഫീഖോട് ഉസ്താദുമാരെ കുറിച്ച് ഞാനും പേരോട് ഉസ്താദും തന്നെ എനിക്ക് വാദപ്രയോഗം നടത്തിയത്. നിങ്ങൾ അതിന് പങ്കെടുത്തോന്ന് എനിക്കറിയില്ല. അതിലുള്ള കലങ്ങാനുള്ള കാരണമൊന്നല്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ കൽപ്പിച്ചരാ. എന്താ കലങ്ങാനുള്ള കാരണം? മുജാഹിദുകൾ പറഞ്ഞു, ഇപ്പൊ സക്കരിയ സലായി പറഞ്ഞു സുന്നികൾ ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാം എന്നിടത്ത് വരെ എത്തി. ആ ക്ലിപ്പൊന്നിട്ട് കൊടുക്കുക. സുജൂദ് ചെയ്യാൻ ഖബറിന് മാത്രല്ല, സൃഷ്ടികൾക്ക് ആർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അപ്പൊ സക്കാഫത്ത് ബിരുദത്തിന്റെ കോലം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോ കേമ്പോലിക്കും അറിയില്ല, നിങ്ങളെ ഉസ്താദും അല്ല. ഉസ്താദ് നിങ്ങളേത് ഉസ്താദ് പഠിപ്പിച്ചതാ? ഏത് ബിരുദം? ഈ ബിരുദം കൊടുത്ത് ഇയാളെ ബിരുദങ്ങൾ പിൻവലിക്കോ? ഇയാളുകളെ തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാ. ഇയാള് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇയാളെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അയാൾ നിഷേധിക്കുന്നത് ഇതിലുണ്ട്, ഏതുപോലെ ഇതിലുണ്ട്. ഞാൻ ആ ക്യാമറ മുമ്പ് കാണിക്കണേ, ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല.
ആ അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കുകയും ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചിരിക്കും. അതാ നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ ഇല്ലേ? നിങ്ങൾ ഞങ്ങൾ വായിച്ചു. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂർ അബൂബക്കർ മൗലവി എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്. നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ടു തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷൻ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ട. സുജൂദിന്റെ രൂപത്തിൽ കിടക്കല കുമ്പിടലല്ലേ? കിടന്നാ സുജൂദാ? അത് സക്കരിയ സലാഹി പറയും. ഇതാ ഞാൻ ഇനി വായിക്കാം. ആരാ മൂടി വെച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകപ്പേഴങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ. ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ധരിച്ചറിയോ? ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. 1971 നവംബർ പുസ്തകം ലക്കം 1 ലക്കം 4. ഈ സെൽസബിയിൽ അതില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. അപ്പൊ മധ്യസ്ഥന്മാരെ കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സെൽസബിയിൽ കാണിച്ചു തരണം. കണ്ടോ? ചർച്ച അതല്ല ഇവിടുത്തെ ചർച്ച, അതല്ല അത് മനസ്സിലാക്കണം. ചർച്ച സുജൂദ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നതാണ് ചർച്ച. മൗലവി ശ്രദ്ധിക്കണം. എല്ലാവരും എന്റെ സമയമാണ് പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കും. അങ്ങനല്ല നമ്മള് അല്ല, അതാണ് അതുവരെ എന്താണ് പറഞ്ഞത്? എന്താ ഉണ്ടായതെന്ന് അറിയോ? ഇയാളെ കളവ് ഞങ്ങൾ പിടികൂടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അയാൾ ആ കളവ് പിൻവലിക്കണം, അല്ലെങ്കിൽ അതിലുള്ളത് മുഴുവൻ വായിക്കണം. എന്നാ പ്രശ്നം തീർന്നു. അതിലുള്ളത് മുഴുവൻ വായിച്ചാൽ നുണ പറയാൻ കഴിയില്ല. അപ്പോ ഞങ്ങള് പല തവണ പറഞ്ഞു, സമ്മതിച്ചില്ല. അവസാനം മുജാഹിദിന്റെ മധ്യസ്ഥനാണ്, നാണി ഹാജി എന്ന് പറയുന്ന മധ്യസ്ഥനാണ്. അയാള് മുജാഹിദ് മൗലവി സക്കരിയ സലാഹിയോട് 3 തവണ കള്ളിപൊളി.
അയാൾ 3 വട്ടം ആവശ്യപ്പെടുന്നു. അവസാനം സക്കരിയ പറയുന്ന വാക്കുകൾ കേട്ടോളൂ. അങ്ങനല്ല നമ്മള് അല്ല, അതാണ് അതുവരെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരല്ല, അതാണ് തീർത്തി. ഒന്ന് ഇരിക്കി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും ഒരു എല്ലാവരും ഒന്ന് ഇരിക്കാവുന്ന വായിക്കട്ടെ. എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നോക്കിക്കളി, ഇതാ നിന്റെ സംഗതി. അപ്പൊ ഞങ്ങളടുത്തല്ല അത് കുഴപ്പം. അതിൽ നിങ്ങളെ നേതാവ് കട്ടതാ വിഷയം. അങ്ങനെ അത് ഇടക്ക് വെച്ച് മുട്ടിയത് ഇടമുട്ടം വാദപ്രതിവായ. അതായത് അത് മഞ്ചേശ്വരത്തല്ല, അത് ഇടമുട്ടത്താണ്, തൃശ്ശൂർ ജില്ലയിൽ ഇടമുട്ടത്താണ് നടന്നത്. അപ്പൊ അതിലൊന്നും ഒരു പന്തികേടുമില്ല. നുണ പറഞ്ഞപ്പോ ഞങ്ങൾ കയ്യോടെ പിടികൂടിയതാണ്. അതിന് ശേഷം സക്കരിയ സലാഹി പിന്നെ വാദപ്രതിവാദത്തിലോട്ട് വന്നിട്ടില്ല. കാരണം ഈ നുണ ഇങ്ങനെ പറഞ്ഞപ്പോ അതിങ്ങനെ പിടിക്കുകയാണ് ഞങ്ങൾ. അത് അതിന്റെ കുഴപ്പം. അതുകൊണ്ട് നിങ്ങൾ അബദ്ധം പറഞ്ഞു പോകരുത്. അതിന്റെ യാഥാർത്ഥ്യം കാണിച്ചു കൊടുക്കാനുള്ള ഒരവസരമുണ്ടായ ഒരു ചോദ്യമായതുകൊണ്ട് നിങ്ങളെ ഞാൻ മുക്ത കണ്ട് പ്രശംസിക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിവിടെ കാണിച്ച ഭാഗത്തിന്റെ ഒരു 5 മിനിറ്റ് മുന്നിൽ നിങ്ങൾ ഇടാൻ കഴിയും നിങ്ങൾക്ക്? എത്ര മിനിറ്റ്? 2 3 മണിക്കൂർ. ഇതിൽ കേൾപ്പിക്കുന്ന മണിക്കൂർ. അതൊക്കെ ഒരു നമ്പറാണ്. ഇതൊന്ന് കാണണം. ഒരു നമ്പർ. അത് എന്താന്ന് നിങ്ങൾ നമ്മൾ അട്ടഭാഗം നല്ല ക്ലിയർ ഉള്ള ഭാഗമാണ്. എന്നാൽ കൗതറാണ് പൊടി. അപ്പൊ ഇതിന്റെ മുമ്പുള്ള ഒരു 5 മിനിറ്റ് മുമ്പ് അതെന്തിനാ? ഇതിന് മുമ്പ് എന്തോ ഓലത്ത് പിടിച്ചാൽ കിട്ടുന്ന ഒരു ആനക്കുട്ടിയാണ് ഉണ്ട് എന്നുള്ളതാ. അങ്ങനെ ആരും കരുതണ്ട. അതിൽ 5 മിനിറ്റും 5 മണിക്കൂർ ഇടാൻ ഞങ്ങൾ റെഡിയാണ്. പിന്നെ ആ 5 മണിക്കൂറും കെട്ടാൻ പോലെ നമുക്ക് വേറെ ചോദ്യോത്തരം നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അതിലൊന്നും നിങ്ങൾ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റ് ഇട്ടാലും ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നമില്ല. ആ വാദപ്രതിവാദം ഭംഗിയായി നടത്തിയവരും അതിന്റെ കള്ളക്കളി ആരുടെ കൈവശമാണെന്ന് മനസ്സിലാക്കിയവരുമാണ് അത് കണ്ട മുഴുവൻ പൊതുജനങ്ങളും. അതുകൊണ്ട് അതിലൊന്നും ഒരു അബദ്ധമില്ല. നിങ്ങൾ വായിച്ച ആ പ്രസിദ്ധീകരണത്തിലും പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യമാണ്. ഞങ്ങളൊന്നും ഞങ്ങളെ വക പറഞ്ഞിട്ടില്ല. മുജാഹിദുകളും അംഗീകരിച്ച യാഥാർത്ഥ്യം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായ പല ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അല്ലാതെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ വേറെ ആൾക്ക് ചോദിക്കാം. നമ്മൾ സമയം വെറുതെ കളയുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ബാക്കിൽ ഇടാൻ പറ്റാത്ത ഞാൻ പേരോട് ഉസ്താദ്, അതായത് അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവില്ല എന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി കഴിച്ചു നിൽക്കല്ലാതെ എന്ന് പറഞ്ഞു. ആ രംഗം എന്താ ആ ഭാഗം ഇടാത്ത നിങ്ങളിപ്പോ പറഞ്ഞ കാണിച്ചെന്ന ഭാഗം കാര്യങ്ങൾ നിങ്ങൾക്കത് അറിയില്ല സഹോദരൻ. എനിക്കറിയാം. ഞാൻ തോടന്നൂർ മുഖാമുഖത്തിൽ നടത്തിയ ചോദ്യോത്തരമാണ് നിങ്ങളിപ്പം ഈ ക്ലിപ്പിന് കേൾപ്പിച്ചത്. അതായത് മഞ്ചേശ്വരത്തു നിന്നല്ല. നിങ്ങൾക്ക് ഒക്കെ എനിക്കറിയാം. ഞാനത് കേട്ടപ്പോൾ തന്നെ തിരിച്ചത് അതല്ലേ. നിങ്ങളിപ്പോ ഇതിന്റെ 5 മിനിറ്റ് കേൾക്ക് കൊടുത്താൽ ഇതിന്റെ 5 മിനിറ്റ് നിങ്ങൾക്ക് ഒന്നുമില്ല. 10 മിനിറ്റ് ഇട്ടാലും വെറുതെ സമയം കളയണ്ട. അതുകൊണ്ട് അതിന്റെ സീഡി ഇപ്പൊ സുലഭമാണ്, വിപണിയിൽ കിട്ടുന്നതാ. ആ സീഡി ഇറങ്ങിയതിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് പരിചയപ്പെടുത്തുന്ന ആളാ അബ്ദുസ്സലാം സുല്ലമി. അയാൾ പറഞ്ഞു, ഈ സംവാദം ആർക്ക് വേണ്ടിയാ നിങ്ങൾ നടത്തിയത്? മുജാഹിദിന്റെ ആൾക്കാരായി 2-3 ആൾക്കാർ പോയി. ഓല് ഇസ്ലാം പഠിക്കാതെ തൗഹീദ് പഠിക്കാതെയാണ് ആ വാദപ്രതിവാദത്തിന് പോയിട്ടുള്ളത്. സുന്നികളെ മുമ്പിൽ അമ്പേ ഓല് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ശബാബിന് ലേഖനം എഴുതിയത് സുന്നികളല്ല, മുജാഹിദിന്റെ വലിയ നേതാവ് ഈ സക്കരിയ സലാഹിന്റെ ഒക്കെ ഗുരുനാഥനായ
അബ്ദുസലാം സുല്ലമിയ ലേഖനം എഴുതിയത്. അപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ പറഞ്ഞാൽ ഞാൻ അതൊക്കെ വായിക്കും. അപ്പൊ അത് പിന്നെയും കുറച്ചുകൂടി നാറേ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാ നാറ്റത്തുമ്പോ ഇരുത്തിയാൽ മതി. ഇപ്പൊ മൂക്കുമ്പോ പിടിച്ചാൽ കിട്ടും. ഇനി മൂക്ക് പിടിച്ചാലും കിട്ടാത്ത കോലത്തിലേക്ക് നാറ്റം വരും. അപ്പൊ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചോളൂ. സമയം പ്രസക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കടന്നു വരട്ടെ. ഒരു പ്രസംഗത്തിൽ കേട്ടു, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു തആല ഇവിടെ ഒന്നും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഒരു പ്രസംഗത്തിൽ കേട്ടു. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞാൽ എന്നാ മുഹമ്മദ് ഹസനി പകരം പറയുന്നതാണ്. ഞാൻ കേട്ടിട്ടില്ല. കേട്ടെങ്കിൽ ആ CD മുഴുവൻ കേട്ടെങ്കിൽ എന്താ പറഞ്ഞതെന്ന് അറിയാൻ പറ്റുള്ളൂ. കേൾക്കാതെ അവിടെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇങ്ങനെ എന്താ പറഞ്ഞത് നമുക്കറിയാതെ നമ്മളതിന് മറുപടി പറഞ്ഞിട്ട് അറിയാം. വിഷയം എന്താണെന്ന് അറിയണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ കാര്യം അത് അങ്ങനെ ആ പ്രസംഗത്തിൽ ഈ CD പറയാം, മറ്റേ ആൾ ഇവിടെ തോണ്ടിയാൾ അവിടെ പറഞ്ഞു. നമുക്ക് വേറെ തന്നെ ഇല്ലേ സുന്നിയും മുജാഹിദും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങൾ എത്രയേ ഉണ്ടല്ലോ. ഒരു മൂല്യം ഏതോ ഒരു CD പ്രസംഗിച്ചതല്ലല്ലോ നമ്മളെ വിഷയം. മർമ്മപ്രധാനമായ ഭാഗങ്ങൾ എന്തെല്ലാം ഉണ്ട് അതൊക്കെ വരട്ടെ ചോദ്യത്തെ. അടുത്ത ചോദിക്കും. ശരി, അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചതോ അല്ലെങ്കിൽ അള്ളാഹു വിരോധിച്ചതോ ആയ എന്തെങ്കിലും കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറയുന്നത് തന്നെ സുന്നികളുമായി ബന്ധപ്പെട്ട സുന്നികൾ ചെയ്യുന്നതല്ലാത്ത സുന്നികളിൽ നിന്ന് വ്യതിരക്തമായി മുജാഹിദ് ചെയ്യുന്ന ഏതെല്ലാം ആദർശമുണ്ടോ അതൊക്കെ തന്നെയും അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ആദർശമാകുന്നു. യാതൊരു സംശയമില്ല. ഏതെങ്കിലും ഉണ്ടോന്നല്ല, എല്ലാം അങ്ങനെയാകുന്നു. ഇപ്പോഴാ ചോദ്യം മട്ടത്ത് കയറി അങ്ങനെ വരുന്നത്. ആ മൂല്യം ഇവിടെ പറഞ്ഞു, ഈ മൂല്യം അതൊന്നും ചോദ്യം വരട്ടെ. ഇപ്പൊ എന്ത് റെഡിയുള്ള ചോദ്യം എത്രയാണോ ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ പറഞ്ഞു ഭയങ്കര കമ്പം. എന്താ നിങ്ങൾ ഇത്ര ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക അവാർഡ് വേറെ തരുന്നുണ്ട്. അങ്ങനെ വരട്ടെ. ഒന്നാമത്തതാണ് ഞാൻ പറഞ്ഞത്. ഏത് മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാകുന്നു, കാഫിറുകളാകുന്നു എന്ന് പഠിപ്പിച്ച ഈ സിദ്ധാന്തം എന്തിനു വേണ്ടി? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടിയതിന്റെ പേരിൽ മുസ്ലിം ലോകത്തുള്ള മുഴുവൻ ആളുകളും കേരളത്തിലെ സുന്നികൾ ഉൾപ്പെടെ മുശ്രിക്കാണ്, കാഫിറാണ്, അത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്ന ഈ വാദം അത് ലോകത്ത് അള്ളാഹു പഠിപ്പിച്ചതല്ല, റസൂല് പഠിപ്പിച്ചതല്ല, 14 നൂറ്റാണ്ട് കാലത്തെ പ്രാമാണിക പണ്ഡിതരും പഠിപ്പിച്ചതല്ല. ഒരൊറ്റ ഖുർആനിക സൂക്തത്തിലും ഹബീബായ റസൂലുള്ളാഹിയെ വിളിച്ച് സഹായം ചോദിക്കരുതേ എന്ന് പറഞ്ഞ ഒരു ഖുർആനിക ആയത്ത് കാണാൻ കഴിയില്ല. ആയത്ത് ഒരൊറ്റ ഹദീസ്, ഒരു ഹദീസിന്റെ പൊട്ട് ഇല്ലേ ഇല്ല. ലോകത്ത് 600 ഹിജറ 728 അന്തരിച്ച ഇബ്നു തൈമിയ്യ വരുന്നതിന് മുമ്പ് ലോകത്ത് ഒരൊറ്റ വ്യക്തിയും പറഞ്ഞിട്ടില്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞ ഒരൊറ്റയാളെ ലോക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ഒന്നത് ഇനി വേണോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ മുട്ടി നിൽക്കിയത് പറയാനായിട്ട് മൂല്യം മതി. അപ്പൊ ഞാൻ പറയും അത് ഞാൻ മാലപ്പടക്കത്തിനും തിരി കൊടുത്തു. അതിനകത്തുണ്ടിലേക്ക് ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല. ഉത്തരം ശരിയായ ചോദ്യം മനസ്സിലായി. അള്ളാഹു വിരോധിച്ചതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതോ ആയ കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുക എന്നത്, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നത് അള്ളാഹു വിരോധിച്ചതാണ്, മുഹമ്മദ് നബി വിരോധിച്ചതാണ്, ലോകത്തുള്ള എല്ലാവരും വിരോധിച്ചതാകുന്നു. അതെവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ മുസ്ലിമീങ്ങൾ മുശ്രിക്കാണെന്ന് പറയുന്നത് എവിടെയാണ്? മുസ്ലിമീങ്ങളായ ഞങ്ങള് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അലൈകിനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടുകയാണ്. ഇങ്ങനെ തേടുന്നവൻ മുശ്രിക്കാണ്, കാഫിറാകുന്നു. മുജാഹിദിന്റെ വാദല്ലേ മൈക്കോട് കൊടുക്കും. ഉണ്ടോല്ലേ എന്താണെന്ന് പറയും. ചോദ്യം ഇങ്ങോട്ടല്ല, അങ്ങനെ വിളിച്ചു തരണം നിർബന്ധമാണെന്നുണ്ടോ? അല്ലല്ല, ചോദ്യം അങ്ങോട്ടാണ്. കാര്യങ്ങൾ വ്യക്തമാവാൻ ചിലപ്പോൾ അങ്ങനെ ഉസ്താദ് കുട്ടികളോട് ചോദിക്കും, കുട്ടികൾ ഉസ്താദിനോട് ചോദിക്കും. ഞാൻ ഇപ്പൊ ഇന്നലെ ക്ലാസ് എടുത്തു. അപ്പൊ ഒരു കുട്ടി ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യം, എന്താ ഉസ്താദ് അപ്പൊ ഇങ്ങനെ ആയാലോ? അപ്പൊ ഞാൻ അപ്രതീക്ഷിതമായ ചോദ്യം, ഞാൻ മറുപടി പറഞ്ഞു. അതെന്തിനാ കുട്ടിക്ക് വ്യക്തമാകാനാ എന്നതുപോലെ ഉസ്താദും കുട്ടിയാണ്. ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എന്നോട് ചോദിക്കാണ്, ഉത്തരം പറയാൻ ഞാൻ തന്നെയാണ്. പക്ഷെ ചെറിയൊരു വിഷയമുണ്ട്. എന്താ? റസൂലുള്ളാഹിയെ വിളിച്ച് സഹായം തേടിയാൽ ഞാൻ വിളിച്ച് തേടിയ ഞാൻ
റസൂൽ കേൾക്കും അറിയും സഹായിക്കുന്നു വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാനിപ്പോ മുശ്രിക്കായി ശിർക്കായി കുഫ്രായി എന്നാണോ മുജാഹിദ് വാദം? ആയിട്ടില്ല എന്നാണോ? ഇത് ഞാൻ ചോദിക്കുമ്പോ ചോദ്യപ്പോ എന്നോടായോ എന്ന് ചോദിക്കരുത്. അത് മുജാഹിദ് വാദം ഇതുവരെയും അങ്ങനെയാണ്. അവരുടെ 100 കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ എന്റെ കയ്യിലുണ്ട്. എടുത്താ കാഫറാക്കൽ, ആ കാഫറാക്കൽ പുസ്തകമുണ്ട്. അതിൽ 100 കണക്കിന് രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഈ നിമിഷം വെച്ച് ഇത് മാറിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇല്ലെങ്കിൽ നേരത്തെ കാണിച്ചു തരാം. മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉമർ മൗലവി എഴുതിയത്. എന്നിട്ട് ഉമർ മൗലവി എഴുതിയെന്ന് മാത്രമല്ല, മുജാഹിദിന്റെ ജീവാത്മാവും പരമാത്മാക്കളുമായ ഒട്ടേറെ മൗലവിമാർ എഴുതി. ആരൊക്കെ ഒപ്പിട്ടത് വായിച്ചു? പി.കെ. മൂസ മൗലവി പുളിക്കൽ മുജാഹിദിന്റെ ജീവനാടിയായിരുന്നു. എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. എനിക്കറിയാം. പി. സെയ്ദ് മൗലവി മുജാഹിദ് പണ്ഡിത സഭയുടെ പ്രസിഡന്റ്, കെ.എൻ. ഇബ്രാഹിം മൗലവി പണ്ഡിത സഭയുടെ സെക്രട്ടറി, ഡോക്ടർ എം ഉസ്മാൻ പ്രസിഡന്റ് KNM, KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി സെക്രട്ടറി KNM, ഇവരൊക്കെ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു പുസ്തകം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം. ഇതിൽ പറയുന്നത് എന്താ? ആകയാൽ മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. ഞാനിതാ ഇവിടെ നിന്ന് തേടുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് സഹകരിച്ച് നമുക്ക് ഒപ്പം തേടാം. ഒന്ന് തേടൂ. യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒരു വട്ടം തേടിയാൽ 4 വട്ടം കാഫിറാകും. കേരളത്തിൽ മുജാഹിദിന്റെ അനിഷേധ്യ നേതാക്കൾ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള പുസ്തകമാണ്, രേഖയാണ്. നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നു നിങ്ങളോടും സർവ്വ മൂക്ക് താഴേക്ക് വന്ന മുജാഹിദുകളോടും ചോദിക്കുന്നു. മൂരിമൂത്രം മുറിച്ച മാതിരിയുള്ള മുജാഹിദിനോടല്ല, നേരത്തെ സക്കരിയ പറഞ്ഞ മാതിരി. പിന്നെ മൂക്ക് ഏപ്പെടുക്കായ മുജാഹിദിനോട് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ വിളിച്ച ഞാൻ, മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച ഞാൻ, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിളിച്ച വിളിയിൽ കൂടി പങ്കെടുത്ത എല്ലാവരും മുശ്രിക്കായോ കാഫിറായോ? ഒന്ന് പറയൂ. ഞങ്ങൾ പറയണ്ട, നിങ്ങളെ കുറെ പണ്ഡിതന്മാരെന്നെ പറഞ്ഞു. അല്ല, അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അത് രണ്ടാമത്തെ ചോദ്യങ്ങൾ ചോദിച്ചോളി, അപ്പൊ ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നിങ്ങളോട് അറിയാതെയാണ് അവിടെ സംശയം പറഞ്ഞത്. ഞാൻ നല്ലോണം പഠിച്ചിട്ടാണ്. രേഖന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് പറയാം. മുജാഹിദിനെ നല്ലോണം പഠിച്ചു. ഖുർആനും സുന്നത്തും 10-20 കൊല്ലം പഠിച്ചു. പുറമെ മുജാഹിദിനെ അതിലേറെ അപ്പുറം പഠിച്ചു. അങ്ങനെ പയറ്റി തെളിഞ്ഞ് മുജാഹിദുകളെ എല്ലാ ഓഫീസിലേക്കും ഗോൾ അടിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വെറുതല്ല, വെറുതെ മനസ്സിലാക്കണം. അപ്പൊ ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ റസൂലിനെ വിളിച്ചാൽ, ഗൗസുല്ലാദവനെ വിളിച്ചാൽ അവൻ മുശ്രിക്കാണ്, 4 വട്ടം കാഫിറാകുന്നു എന്ന് മുജാഹിദ് പറയുന്നു. അപ്പൊ ഞങ്ങൾ ഈ കാണുന്ന മുസ്ലിമീങ്ങൾ എല്ലാവരും അതാ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, റസൂലുള്ളാഹിനെ വിളിക്കുന്നു, ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാവരും വിളിക്കുന്നു. ഞങ്ങളെ വിനീതമായ ഒരു ആവശ്യം, ഒരു ചോദ്യം, അല്ല ഒരു മറുപടി, അങ്ങനെ പറയാം. ഒരു മറുപടി. എന്താ മറുപടി? ഈ വിളിച്ച ഞങ്ങളൊക്കെ കാഫിറാകുന്നു, മുശ്രിക്കാകുന്നു എന്ന് മുജാഹിദുകൾ പഠിപ്പിക്കുന്നു. പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള രേഖ എന്റെ കൈവശമുണ്ട്. ഇനി പ്രസംഗം വേണോ? അത് ഞാൻ വേറെയും കാണിച്ചു തരാം. എന്റെ കൈവശമുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാ. അപ്പൊ ഞങ്ങളെ ചോദ്യം, ആരംഭ റസൂലിനെ വിളിച്ച് തേടിയാൽ അവൻ കാഫിറാകുന്നു, അവൻ മുശ്രിക്കാകുന്നു എന്ന് പറഞ്ഞ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് തെളിയിക്കാൻ കഴിയോ? ഒരൊറ്റ ഹദീസ് കാണിക്കാൻ കഴിയോ? 14 നൂറ്റാണ്ട് കാലത്തെ ഈ ഇബ്നു തൈമിയ്യയുടെയും ശിങ്കിടികളുടെയും അഭിപ്രായം വേണ്ട, പ്രാമാണിക പണ്ഡിതരുടെ അഭിപ്രായം കാണിക്കാൻ കഴിയോ? അവിടെയാണ് നിങ്ങൾക്ക് ആർജവം വേണ്ടത്. ചോദിക്കാൻ വലിയ കേമ. ഖുർആനും സുന്നത്തിനും എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം മുജാഹിദിനുണ്ടോ? സ്റ്റേജ് കെട്ടിയിട്ട് നിങ്ങളുള്ള താടിമീൻ, നിങ്ങളെ പറ്റില്ല, നിങ്ങളുള്ള താടിമീൻ പിടിച്ചിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ മുന്നിലിരിക്കുന്ന മുജാഹിദ് കൊട്ടുകൂടെ നമ്മളെ മൗലവിന്റെ ഒരു വിവരം എന്നിങ്ങനെ ആലോചിച്ചിരിക്കും. വിവരമുള്ളവരെ മുമ്പിൽ ഏറ്റുമുട്ടി നോക്കണം. അപ്പാണ് ഒതുവിന്റെ അപ്പുറമുള്ള മുറിഞ്ഞ അങ്ങനെ പോവുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഈ പറയുന്ന വിശ്വാസം മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാണ്. ഹബീബായ റസൂലുള്ളാഹിയെ വിളിച്ച് തേടുന്ന മുസ്ലിം കാഫിറാകുന്നു, മുശ്രിക്കാവുന്നു, 4 വട്ടം കാഫിറാകുന്നു മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവൻ എന്ന് മുജാഹിദ് എഴുതി ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ വിശ്വാസം ഖുർആനിലെ ഏതായത്തിലാ പറഞ്ഞത്? ഏത് ഹദീസിലാ പറഞ്ഞത്? ഏത് പ്രമാണത്തിലാ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ചോദിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ്. ഞാൻ പറയുന്നു, ഇതാ ഞങ്ങൾക്ക് ഒന്നാമത് പറയാനുള്ളത്. മുസ്ലിമീങ്ങളെ കാഫിർ മുശ്രിക്കുമാക്കുന്ന ഈ പരിപാടി ഖുർആനിലില്ല. ഖുർആന് വിരുദ്ധാണ്, ഹദീസിന് വിരുദ്ധാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, രേഖകൾക്ക് വിരുദ്ധമാണ്. 14 നൂറ്റാണ്ട് കാലത്തെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം വിനീതനായ ഞാന് ഒന്ന് ക്രോഡീകരിച്ചപ്പോ 200-200ഓളം 175ഓളം ഇമാമീങ്ങളുടെ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള ഇമാമീങ്ങളുടെ ഇസ്തിഗാസി തവസ്സുലും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് അവർക്ക് തേടുന്നത് കാണുമ്പോ നമ്മളെ തേട്ടൊന്നും ഒന്നുമല്ല. ഇവരിങ്ങനെ വിളിച്ച് റസൂലുള്ളാഹി ആരാധന വിളിക്കുന്നത് ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ളവർ,
ഓർക്കണം നിങ്ങൾ. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളവർ, അതുപോലെ അതിന് താഴെ 8 ലക്ഷം, 7 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വലിയ വലിയ ഇമാമുകൾ ഹബീബിനെ വിളിച്ച് തേടുകയാണ്. ഓൽക്ക് ഒരു ലാഞ്ചന പോലും ഇല്ല. ശിർക്കാകും, കുഫറാകും. മുജാഹിദ് ഓതുന്ന ദുർവ്യാഖ്യാനിക്കുന്ന വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ എന്നൊക്കെ മുജാഹിദ് ഓതുന്ന ആയത്തുകൾക്ക് വാള്യക്കണക്കിന് 400ഉം 500ഉം വാള്യങ്ങളിൽ തഫ്സീർ എഴുതിയ മഹാത്മാക്കൾ അവരാ ഇതൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ച് തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നത്. അറിയോ നിങ്ങൾ? അവർക്കാർക്കും ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ അവർ ധരിച്ച കാലിന്റെ ചുവട്ടിലുള്ള ചെരുപ്പ്, ആ ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണെടുക്കാനുള്ള യോഗ്യത ഇല്ലാത്ത മുജാഹിദുകൾ എന്നിട്ട് അവർ പറയാ ഒക്കെ മുശ്രിക്കാണ്, കാഫിറാണ്. എന്താ ഈ പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. സമയല്ലേ അല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ട് ആ ക്ലിപ്പുകളൊക്കെ കാണിക്കാൻ. അറിയോ നിങ്ങൾ? ഇതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒന്നാമത്തെ ആശയം മുസ്ലിങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്നു. അത് ഖുർആൻ പഠിപ്പിച്ചതിനെതിരാ, ഹദീസ് പഠിപ്പിച്ചതിനെതിരാ, 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം പാരമ്പര്യത്തിനെതിരാണ്. നിഷേധിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയും അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നത് മുശ്രിക്കാണ്, അല്ലെങ്കിൽ ഹബീബിനെ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് കാഫിറാണ്, അവൻ വിളിക്കുന്നത് മുശ്രിക്കാണ്, കാഫിറാന്ന് പറഞ്ഞ ഒരു ആയത്ത് കൊണ്ടുവരട്ടെ. ആ ആയത്ത് അടിസ്ഥാനത്തിൽ ലോകത്ത് 14 നൂറ്റാണ്ട് കാലം ജീവിച്ച ഇമാമുകൾ ആരെങ്കിലും പറഞ്ഞോ കുഫറാണ്, ശിർക്കാണ്? ആഫീസിൽ നിന്നുള്ള ഷീറ്റ് ഇങ്ങനെ വായിക്കുക, അത് ഛർദിച്ചങ്ങനെ പോവുക, അത് ചോദിക്കാൻ വരാൻ പാടില്ല, മുണ്ടാൻ പാടില്ല, റേഡിയോ പ്രഭാഷണം മോഡൽ ഇങ്ങോട്ട് ഇങ്ങനെ പറയാ, അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല. നല്ല സുഖമുള്ള പരിപാടിയാ. അത്രേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനെ, ഏറ്റവും ഉയർന്ന അള്ളാഹുവിന്റെ റസൂലാണ്, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിക്കാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവന് ശിക്ഷക്ക് അർഹനാണോ? അവന്റെ നിസ്കാരം അവൻ യഥാർത്ഥ മോമിനാവുകയില്ല. കാരണം എന്തുകൊണ്ട്? നിസ്കാരത്തിലൊക്കെ ആരംഭ റസൂലിനെ വിളിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് വിളിക്കണം. എന്നാലും നിസ്കാരം ശരിയാവും. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞ റസൂലാണ്, അള്ളാഹു അല്ല. അപ്പൊ പിന്നെ ഓനാളെ മരിച്ചു പോവില്ല, ഓനവിടെ മരിച്ചവിടെ കടക്കുകയും ചെയ്യുള്ളൂ, അവിടെ പോകുന്നില്ല. എന്നെ മരിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ മുജാഹിദ് പറയും മരിച്ചു പോവുക, മരിച്ചാൽ പിന്നെ ഒരു കഴിവില്ല എന്നാ പറഞ്ഞത്. പിന്നെ ആളെങ്ങനെ പോവുക? അവിടെ കടക്കാളെ കാലി പിടിച്ച് കൊണ്ടുപോലല്ലേ, പിന്നെ എങ്ങനെ പോവുക? ആ പറഞ്ഞതന്നെ ശരിയല്ല. ഏതാവട്ടെ. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞവിടത്ത് തെറ്റുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സലാം പറഞ്ഞെങ്കിലേ നിസ്കാരം അത്തഹിയ്യാത്ത് ശരിയാവുള്ളൂ. അത് വിളിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാവില്ല. ഓ പിന്നെ മുസ്ലിം ആകും എന്നുള്ള കാര്യം ചിന്തിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നത് പ്രവാചകനോടുള്ള ഇസ്തിഗാസയാണെന്ന് നിങ്ങൾ പറയുന്നു. വഫാത്തായ റസൂലിനെ വിളിക്കലാകുന്നു എന്ന് ഞാൻ പറയുന്നു. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചപ്പോഴും ഇതേ വാചകം ഉച്ചരിച്ചിട്ടില്ലേ? അത് ആരോടായിരുന്നു? റസൂലിനെ വിളിക്കലാകുന്നു. എന്താ പേര് കുഴപ്പം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് റസൂൽ പറഞ്ഞില്ലേ? അപ്പൊ റസൂലിനെ വഴി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ എന്ത് ഒന്നുമില്ല. അയ്യോ നബി റസൂൽ പറഞ്ഞു, റസൂൽ അയ്യോ നബി എന്ന് പറഞ്ഞു, അസ്സലാമു അലൈ നബി അങ്ങനെ പറഞ്ഞു. പല കോലത്തിലും റസൂൽ പറഞ്ഞിരുന്നു. ഒന്നും കുഴപ്പമില്ല. ഇത് മുജാഹിദ് മാത്രം പറയുന്ന ഒരു വാദമല്ല, നിങ്ങളുടെ പല പ്രസിദ്ധീകരണങ്ങളും ഉണ്ട്. അങ്ങനെ ഔലിയാക്കളെ നിങ്ങൾ ഞങ്ങളെ അസുഖം മാറ്റി തരണേന്നൊക്കെ പറയുന്നത് ശിർക്കാണ്. ആ പ്രാർത്ഥന ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഓർമ്മപ്പെടുത്താം. അതായത് നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോ അലൈ നബി പറഞ്ഞപ്പോ ഒരൊറ്റ പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിനെ വിളിക്കലാണ്. എന്നാൽ കേരളത്തിൽ കാണാതായ ഒരു മൗലവിണ്ട്. എന്താ ആളെ പേര്? ഇപ്പോ ചേകന്നൂർ, JCB ചേകന്നൂർ മൗലവി. ആ മൗലവി പറഞ്ഞത് എന്താ? നിങ്ങൾ ഇവിടുത്തെ സുന്നികളും മുശ്രിക്കാണ്, മുജാഹിദും മുശ്രിക്കാണ്, ജമാഅത്തും മുശ്രിക്കാണ്, എല്ലാവരും കാഫിറാണ്. എന്തേ കാരണം? ഈ മുജാഹിദ് സുന്നികളെ കാഫിറാക്കാൻ പറയുന്ന ന്യായം എന്തുണ്ടോ അതൊക്കെ മുജാഹിദും ചെയ്യുന്നുണ്ട്. അതെന്തേ? മരിച്ച വഫാത്തായ നബി തങ്ങളെ വിളിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പൊ സുന്നികൾക്കുള്ള കുഴപ്പം. അതുകൊണ്ടാ സുന്നികളെ മുശ്രിക്കാണിത്. എന്നാ അതേ ശിർക്ക് ആരും ചെയ്യുന്നുണ്ട്, മുജാഹിദുകളും ചെയ്യുന്നു, ജമാഅത്തെ ഇസ്ലാമിയും ചെയ്യുന്നു. ആരാ പറയുന്നത്? ചേകന്നൂർ പറയാ. എവിടെ ചെയ്യണത്? അത്തഹിയ്യാത്തില്. എന്താ ചെയ്യുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ. ചേകന്നൂർ പറയാണ്. എന്താ? 14 നൂറ്റാണ്ട് കാലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് നബിയെ, വഫാത്തായ മുഹമ്മദ് നബിയെ ഈ മുജാഹിദ് വിളിക്കുക. തൗഹീദിന്റെ മൊത്ത കുത്തക അവകാശപ്പെടുന്ന മുജാഹിദ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, വഫാത്തായ നബി തങ്ങളെ വിളിക്കാണ്, ജമാഅത്തെ ഇസ്ലാമി വിളിക്കാണ്. അപ്പൊ ഇവരും മുശ്രിക്കനാകുന്നു. നോക്കുങ്ങള് ആരാത് പറയുന്നത്? ചേകന്നൂർ. എവിടെ പറഞ്ഞത്? ചേകന്നൂരിന്റെ ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു പുസ്തകമുണ്ട്, നിസ്കാരം എന്നാണ്. നിസ്കരിച്ച് വിഷമിക്കുന്നവർക്കും വിഷമമൂർത്ത് നിസ്കരിക്കാതിരിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ലോക ചരിത്രത്തിലെ അത്യപൂർവമായ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറഞ്ഞ് ടൈറ്റിൽ നൽകിയ ഗ്രന്ഥാണ് ചേകന്നൂരിന്റെ നിസ്കാരം എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് അതിലാണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് തേടിയ കാരണത്തിനാലാണ്
മുജാഹിദും ജമാഅത്തും കാഫിറാകുന്നത്. അപ്പൊ നിങ്ങളും കാഫിർ തന്നെയാണ്. നിങ്ങൾ കാഫിറല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കാഫിറാന്നാണ് ഞങ്ങൾ പറയല്ലോ. ആര്? ചേകന്നൂരും കൂട്ടരും പറഞ്ഞത്. അതിനെന്താ കാരണം? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്ന കാരണം ഏതോ അതേ കാരണം തന്നെയാണ്. അതിനേതാ ഉപയോഗപ്പെടുത്തുന്നത്? ഇപ്പൊ നിങ്ങൾ ചോദിച്ച അതേ അത്തയ്യാത്തിൽ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയുന്നാകുന്നു. ഔലിയാക്കളെ, നിങ്ങൾ ഞങ്ങളുടെ അസുഖം ഭേദപ്പെടുത്തി തരണമേ, ഈ പ്രാർത്ഥന ശിർക്കാകുന്നു, അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രാർത്ഥന നാം ഒഴിവാക്കേണ്ടതാണെന്ന് ഒരു സുന്നി പ്രസിദ്ധീകരണത്തിൽ, ഒരു പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഭീമാപള്ളി ചരിത്രം എഴുതിയ ഒരു പ്രസിദ്ധീകരണമാണ്. ഒന്നുകൂടി പറഞ്ഞു. ഔലിയാക്കളെ, നിങ്ങൾ ഞങ്ങളുടെ അസുഖം ഭേദമാക്കി തരണമേ, ഈ പ്രാർത്ഥന ശിർക്കാകുന്നു, അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രാർത്ഥന നാം ഒഴിവാക്കേണ്ടതാണ്. ഔലിയാക്കളെ വിളിച്ചുകൊണ്ടോ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ടോ നിങ്ങൾ ഞങ്ങളെ രോഗം ശിഫിയാക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കണമെന്നോ ഒക്കെ നമ്മളത് വിളിച്ചു എന്നതുകൊണ്ട് അത് ശിർക്ക് വരൂല. പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പുസ്തകത്തിന്റെ ആദ്യവും അവസാനം വായിച്ചെങ്കിലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇടമുട്ടത്ത് സക്കരിയ കുടുങ്ങിയമാര് കുടുങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം ആര് രചിച്ചു, അതിന് ആദ്യം എന്ത് പറഞ്ഞു, അവസാനം എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ പറയാൻ പറ്റില്ല. പക്ഷെ ഇസ്ലാമിന്റെ നിയമം ഞാൻ പറയാ, ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ച് CM വലിയുല്ലാഹിയെയോ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെയോ മഹാത്മാക്കളെയോ ആരംഭ റസൂലിനെയോ വിളിച്ചുകൊണ്ട് പറഞ്ഞ് എനിക്കൊന്ന് സഹായിക്കണേ, എന്റെ രോഗത്തിന് ശമനം കിട്ടണേ, അതിന് തങ്ങളൊന്ന് ഇടപെടണേ എന്നൊക്കെ അമ്പിയാക്കളോട് ഔലിയാക്കളോട് തേടിയാൽ അത് ശിർക്കാവൂല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. എഴുതിയ പുസ്തകം ആരുടേതാണെന്ന് എനിക്കറിയില്ല. അതിന് ആദ്യം എന്ത് പറഞ്ഞു അവസാനം എന്തെന്ന് പറഞ്ഞു എന്ന് നോക്കാതെ അതേക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. നിങ്ങളെ പുസ്തകം പിന്നെ പറയുന്നത് ആളെ പേര് പറയാത്ത പുസ്തകമാണ്. ആയിക്കോട്ടെ, പറയും. വേണ്ട, ഞാൻ പറയാം. നമുക്ക് വേണമെന്നില്ല. നമുക്ക് ആ പുസ്തകം ആളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം, വായിക്കണം. ഞാൻ വായിച്ചു. ആ പുസ്തകം തരുവോടെ ഞാൻ വായിക്കണ്ടേ? പിന്നെ ആ പുസ്തകം ഇപ്പൊ തന്നെ വായിക്കും. അത് ഒരു കൊടുത്ത ആ പുസ്തകം വായിക്കും. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും. ഞാൻ അഡ്രസ്സിലെ ബുക്കാണ്. പാണക്കാട് പൂക്കോയ തങ്ങളുടെ അവതാരിക എഴുതിയ ഖുർആൻ പരിഭാഷ എന്നാണ് വായിക്കുന്നത്. ആ പരിഭാഷയിൽ നമ്മൾ അലനല്ലൂരിൽ ചോദിച്ച ആ പരിഭാഷ അല്ലേ? നമ്മളെ മുമ്പിലൊക്കെ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയുടെ സ്നേഹം അത് നമ്മൾ അന്ന് നിങ്ങൾ അഞ്ഞു ചോദിക്കാൻ ജനങ്ങളെ പ്രശ്നം എന്താ അറിയോ? അന്ന് 1.5 മണിക്കൂർ മൂപ്പരി വളർത്തുപുത്രന്റെ സെയ്ദ് റളിയല്ലാഹുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട അതിന് ഞാനത് മണിയായിട്ട് മൂപ്പർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ CD നോക്കിയപ്പോഴും കാണാം. പിന്നെ അത് വന്ന് വീണ്ടും. അപ്പൊ ചോദ്യം മുട്ടിക്കണമെങ്കിൽ നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കണം. സമയം കളയുന്നത്. ഉത്തരം മുട്ടാതെ മാതിരി ചോദ്യം മുട്ടേണ്ട പരിപാടി. കള്ളി മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളോടല്ല, ഞാൻ സദസ്സിനോടാ പറഞ്ഞത്. അതായത് നമ്മൾ തമ്മിലല്ലേ ഈ പറഞ്ഞത്. ഇവർക്ക് കള്ളി എന്താ ഈ ഏറ്റുമുട്ടണത്? ഞങ്ങൾ ആലനല്ലൂര് 10,000 ആളുകൾ സംഗമിച്ച എത്രയൊന്നല്ല, അതിന്റെ ഇരട്ടി ആളുകൾ ഉണ്ടായിരുന്നു. വമ്പിച്ചൊരു മുഖാമുഖം നടത്തി. അതിൽ കാര്യമായിട്ട് മൂപ്പരുടെ വന്നേ ഞങ്ങളത് സൗഹൃദത്തിലാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ആൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകട്ടെ. റസൂലുള്ളാഹിന്റെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് മൂപ്പർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, അന്ന് ഞങ്ങൾ കുറെ ചോദിച്ചു. ആ ചോദിച്ച കൂട്ടത്തിൽ 1.5 മണിക്കൂർ സമയം, 2 മണിക്കൂറോളം എന്ന് തന്നെ പറയാം, ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പാണക്കാട് പൂക്കോയത്തങ്ങള് ആമുഖം എഴുതിയ അഭിനന്ദനം എഴുതിയ ഈ പരിഭാഷ കൊണ്ടുവന്ന് 1.5 മണിക്കൂർ അത് നന്നായി മൂപ്പര് ചോദിച്ചതാണ്. നന്നായി ഞാൻ മറുപടി പറഞ്ഞതുമാണ്. ഇനി വീണ്ടും അത് പറയാൻ തന്നെ എനിക്കും മൂപ്പർക്കോ തിരിയും. മൂപ്പർ ചോദിക്കുന്നത് ശരിയല്ലാന്ന് മൂപ്പർക്കും അറിയാം. ഉത്തരം പറഞ്ഞ എനിക്ക് മൂപ്പർക്ക് അതിന് ഉത്തരം പറയാനുള്ളത് മൂപ്പർക്ക് എനിക്കും അറിയാം. പിന്നെ നിങ്ങളെ മുമ്പിൽ വെച്ച് വീണ്ടും ചോദിക്കാൻ തന്നെ ചോദ്യം മുട്ടിയത് കൊണ്ടുള്ള ചോദിക്കലാണോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതല്ലാത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നല്ലാതെ നമുക്കതിന് ഉത്തരം ഇല്ലായിട്ടോ മൂപ്പർക്ക് അത് ചോദിക്കാൻ അറിയായിട്ടോ അല്ല. രണ്ടും ഞാൻ പറയാം. മൂപ്പർ അന്ന് ചോദിച്ച മാതിരി തന്നെ വീണ്ടും ചോദിക്കും. കാരണം ആഫീസിൽ നിന്ന് കിട്ടുന്ന ഒരേ സീറ്റാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം മൂപ്പർ വീണ്ടും ചോദിക്കും. ഉത്തരം നമ്മൾ വീണ്ടും പറഞ്ഞതാണ്. അതുകൊണ്ട് അതല്ലാത്ത ജനോപകാരപ്രദമായ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം. അത് ഈ സദസ്സിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതൊക്കെ അന്ന് നമ്മൾ നന്നായി അത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറയുന്ന ഒരു പദപ്രയോഗങ്ങൾ വെറുതെ പറയുന്നത്. ആ പുസ്തകത്തിൽ അങ്ങനെ ഇല്ലാന്ന് ആ പരിഭാഷ കൊണ്ടുവന്ന് സഹസ്രങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനത് വായിച്ച് കേൾപ്പിച്ച് ജനങ്ങൾ സത്യം മനസ്സിലാക്കി തെക്ബീർ ചൊല്ലി സന്തുഷ്ടരായി പോയതാണ്. അതിനുശേഷം ആ ഭാഗത്തുള്ള മുജാഹിദിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ സുന്നിയായി എന്നുള്ള വിവരവും എനിക്ക് കിട്ടിയതാണ്. ഇനി നമ്മളത് വീണ്ടും പറയണ്ട. പിന്നെ ഇവിടെ സുന്നിയാവും ആൾക്കാർ. അപ്പൊ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേറെ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. അടുത്ത കാര്യം പ്രവാചകന്മാരെ നിന്ദിക്കുന്ന രീതിയിൽ എഴുതി വെച്ചത് അത് നിങ്ങൾ വായിച്ച് ഹല്ലാക്കി എന്നാണ് പറഞ്ഞ്
ഇപ്പൊ ഇവിടെ അടുത്തൊക്കെ കല്യാണ വീടുകളിൽ കരിമരുന്ന് പൊട്ടിക്കുന്ന സമ്പ്രദായമുണ്ട്. നാടിലോ? ഇവിടെ കണ്ട് നമ്മളെ നാട്ടിലൊക്കെ അത് പള്ളി കമ്മിറ്റി നിരോധിച്ചിരിക്കുന്നു. ഞങ്ങളോടൊന്നുമില്ല. കണ്ടിട്ടില്ല. എന്താണ് ഇസ്ലാമികമായ മാനം? ഒരു കല്യാണ വീട്ടിൽ വിവാഹ ആഘോഷത്തിന്റെ അവസരത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കരിമരുന്ന് പൊട്ടിക്കൽ അനുവദനീയമാണോ അല്ലേ എന്നാണ് ചോദ്യം. അത് നമുക്ക് അടുത്ത ഇത് കഴിഞ്ഞ് ഞാൻ പഠിക്കണം. അപ്പൊ ചോദിച്ചു നമ്മൾ ഈ സുന്നികളും മുജാഹിദും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞു. നമ്മൾ വേറെ എന്തെല്ലാം കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പ്രസക്തമായ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പഠിക്കട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോണ്ട് അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു. സുന്നി മുജാഹിദ് തർക്കമുള്ള വിഷയം വരട്ടെ. ആദ്യം എനിക്ക് അറിയേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുണ്ട്? 6000 ചില്ലാനും ആയത്തുകളുണ്ട്. കൃത്യമായി ഇത്ര ആയത്താന്ന് കൃത്യമായി പറയില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം 6666 എന്നാണ്. നീ പറഞ്ഞല്ലോ വ്യക്തമായിട്ട് ഇത്ര ആയത്തുണ്ട്. തർക്കമുണ്ട്. കാരണം സൂറത്തുകളുടെ ആയത്തുകളുടെ ഈ വഖഫിന്റെ കാര്യത്തിൽ തർക്കമുള്ളത് കൊണ്ട് എണ്ണത്തിലും തർക്കമുണ്ട്. അത് ഖുർആന്റെ ഭാഗം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കേസല്ല. ഒരു സൂറത്തിൽ ഇത്ര പിന്നെ ആയത്തിന് എത്ര ആയത്തുണ്ടെന്ന് ഓരോ സൂറത്തിനെ കുറിച്ച് എഴുതിയിട്ടില്ല വ്യക്തമായിട്ട്. തന്നെ ഓരോ സൂറത്തിൽ അതിന് മറുപടി ഞാൻ പറഞ്ഞു. ഓരോ സൂറത്തിൽ ഇത്ര ആയത്തുണ്ട് എന്നതിൽ തന്നെ 83, 87, 86 ഒരു സൂറത്തിൽ തന്നെ ആയത്തിന്റെ എണ്ണത്തിൽ ഖിലാഫുണ്ട്. അതിന് മറുപടിയായി ഞാൻ പറയുന്നത്. അപ്പൊ ഓരോ സൂറത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ മൊത്തത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് 6000 എന്നുള്ളത് ഉറപ്പാണ്. 6000 ചില്ലാനം അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിരിക്കും. പോട്ടെ. അള്ളാഹും റസൂലാണ് അനുവദിച്ചത്. ചോദിക്കണം. അങ്ങനെ ആയിട്ടില്ല. നല്ല ചോദ്യം. അള്ളാഹുവിന്റെ റസൂല് അത് അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തമായിട്ട് എഴുതി വെച്ച സ്ഥിതിക്ക് പിന്നെ ആരാണ് അല്ലാത്തതോട് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കുന്ന പറഞ്ഞ കാര്യമില്ല. നിങ്ങളത് പറഞ്ഞതുകൊണ്ട് ശരിയാവൂല. റസൂൽ അങ്ങനെ പഠിപ്പിച്ച ആയത്തൊന്നും പറഞ്ഞാൽ സയ്യിദ് റിപ്പോർട്ട് ചെയ്ത പിന്നെ സുന്നി പണ്ഡിതന് അതൊന്നും സുന്നിയൊന്നും വേണം. റസൂൽ പറയുന്നത് പറഞ്ഞാൽ മതി. വേറെ പറഞ്ഞ റസൂല് പറഞ്ഞ അതീതമായി സുന്നി പണ്ഡിതന്റെ ഒപ്പം പിന്നെ വ്യക്തമായിട്ട് അതിന് പറയും. അതീതോട് പറയും. നല്ല കേൾക്കാൻ ഇനിയിപ്പോ ഞാൻ മലയാളം അറബിയിലൂടെ റസൂല് മലയാളത്തിലല്ലോ അറബിയിലാണോ പറയാം. സംഭവം സർവ്വം അറബിയിലുള്ള നമ്മളിപ്പോ അങ്ങനെ വെച്ചാൽ അറബിയിൽ സംസാരിക്കേണ്ടി ഞാൻ റസൂലിന്റെ വചനമൊക്കെ അറബിയിലാണോ പറഞ്ഞത്? അങ്ങനെ മലയാള ഭാഷപ്പെട്ടാണ്. ഞാൻ തന്നെ ഞാൻ മലയാളത്തിൽ പറയാൻ പറ്റില്ല. റസൂലിന്റെ അതീത് റസൂൽ മലയാളത്തിൽ പറയും. എന്തത്ര കഥയില്ലാതെ പറഞ്ഞത്. ഇതിലെന്താ റസൂൽ പറഞ്ഞ അതീതായി പറയും. അങ്ങനെ എന്താ അതിന്റെ അർത്ഥം? നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ അല്ലേ? ഇങ്ങനെ എന്തിനെങ്കിലും എന്നോട് ചോദിക്കണം. റസൂൽ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്നോട് ചോദിക്കാൻ പറ്റുമോ? കോടതിയിൽ നിങ്ങൾക്ക് എനിക്കൊക്കെ ഗൗരവത്തിൽ തന്നെയാണ് പറയുന്നത്. നാളെ നമ്മളെല്ലാവരും ഒരു കോടതിയിൽ അള്ളാന്റെ കോടതിയിൽ ഹാജരാണ് മനുഷ്യന്മാരെ. അള്ളല്ലാത്തോട് പ്രാർത്ഥിക്കുക, അള്ളല്ലാത്തോട് സഹായം ആരാണ് അനുമതി തന്നത്? അനുമതി തന്നിട്ടില്ല. വ്യക്തമായിട്ട് ഞാൻ തെളിയിച്ചുതരാം. കൂടുതലായിട്ട് ഒറ്റ ആയത്തോട് തെളിയിച്ചാൽ അള്ളാഹിനോട് നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ആരൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്? ഇപ്പൊ നിങ്ങൾ കുറച്ച് മുമ്പ് ഇവിടെ ഒന്നുകൂടി പ്രാർത്ഥിച്ചത് വേണ്ട. ആയത്തർത്ഥം വെക്കി തീർച്ചയായും പള്ളി ഭവനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ളതാണ്. അവിടെ അള്ളാഹനല്ലാത്തോടെ ഒരാളോടും പ്രാർത്ഥിക്കണം. അള്ളാഹോടൊപ്പം ഒരാളോടും. അപ്പൊ അവിടെ ആ പള്ളികളിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരോട് വേറെ ആളെയും പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പൊ പള്ളി അല്ലാത്തവർക്ക് പറ്റുമോ? ലോകത്തിന്റെ എവിടെ വെച്ചും പറ്റൂല. അപ്പൊ പിന്നെ പള്ളികളിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഒരാഴ്ചയോട് തെളിയുന്നില്ല. പിന്നെ നിസ്സാരവൽക്കരിക്കാൻ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുക. അങ്ങനെ വലിയ കാര്യമാണ് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറയുമ്പോ അള്ളാഹിനോടുള്ള ധിക്കാരല്ല. അതിന്റെ പോക്കറ്റിലൂടെ വെച്ചോളി. ബിസ്മി ചൊല്ലി അവിടുന്ന് എടുത്തത് അവിടെ തന്നെ വെക്കുക. ആയത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. വന്നൽ മസാജിദലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ. അതിന്റെ അർത്ഥം എന്താ? ഐ ഫലാ തഅബുദു. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നിങ്ങൾ ആരാധിക്കരുതേ. ആരാധനയായ പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രമേ പറ്റൂ. ആരാധനയായ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പറ്റൂ. അല്ലാത്ത ഒരാളോട് നടത്താൻ പറ്റില്ല. അപ്പൊ ആരാധനയുടെ പരിധിയിൽ പെടാത്ത തേട്ടം
ചോദ്യം, അർത്ഥന, പ്രാർത്ഥന, സഹായാർത്ഥന, പേരെന്തിട്ടാലും വിളിയാക്കാവും ശരി, അത് എല്ലാവരോടും പറ്റും. ആരാധനയാവുന്ന പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ആ ആയത്തിലെല്ലാം പരിശുദ്ധ ഖുർആനിലെ 100ഓളം വരുന്ന ആയത്തുകളിൽ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരാളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്തിലും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഹദീസിലും പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ്യ വരുന്നതിന് മുമ്പ് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ധൈര്യസമേതത്തോടെയും ചങ്കൂറ്റത്തോടെയുമാണ് ഞാൻ പറയുന്നത്. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ വലിയ കോടതിയിൽ വെച്ച്, അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച്, നിങ്ങളെ മുമ്പിൽ കിട്ടി അവിടെ വെച്ച് ഞാൻ അത് പറയും ചെയ്യും. ഈ ആളുകളൊക്കെ സാക്ഷി നിർത്തിയിട്ട് യാതൊരു പേടിയും എനിക്കില്ല. ആയത്തിനെ പറ്റി എന്തെങ്കിലും പറയാണ്ടേ പറഞ്ഞു? സത്യത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞ എല്ലാത്തോടും എല്ലാവരും നിങ്ങൾ സഹായിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത്ര നിങ്ങൾ പറയണം. ഇപ്പൊ ഞാനാണ് തൗഹീദിലേക്ക് വിളിക്കുന്നത്, നിങ്ങളെ തൗഹീദിലേക്ക് വിളിക്കുന്നത്. നിങ്ങൾ അതല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ സഹായാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പറ്റൂല എന്നുള്ളതാണ് റസൂൽ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം നിലനിൽക്കുമോ? അല്ലല്ലാത്ത ഒരാളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂൽ. എന്ത് നിങ്ങൾ വിഡിത്തം പറഞ്ഞത്? നിങ്ങൾ ആകെ അള്ളാഹിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ, വേറെ ആളോടും സഹായം ചോദിക്കാൻ പാടില്ല എന്ന് അല്ല പറയുമോ? പൊട്ടത്തരങ്ങൾ പറയുന്നത്. മനുഷ്യരിവിടെ ജീവിക്കണമെങ്കിൽ എല്ലാരോടും ഇസ്ലാം അനുവദിച്ച കേന്ദ്രങ്ങളോടൊക്കെ സഹായം തേടേണ്ടി വരും. അതാരൊക്കെ? അത് അള്ളാഹു എന്നെ പഠിപ്പിച്ചു, സൂറത്തുൽ മുഅ്മിനൂനിൽ പഠിപ്പിച്ചു. ആരോടൊക്കെ നിങ്ങൾക്ക് സഹായം തേടാൻ പറ്റുക, ആരൊക്കെയാണ് നിങ്ങളുടെ സഹായി? സൂറത്തുൽ മുഅ്മിനൂൻ അല്ല, സൂറത്തുൽ മാഇദ 55-ാമത്തെ വചനം അള്ളാഹു പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ. ആരാണ് നിങ്ങളുടെ സഹായി? ആരോടൊക്കെ നിങ്ങൾക്ക് സഹായം തേടാൻ പറ്റുക? നിങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവർ ആരൊക്കെയാണ്? ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിശ്ചയം നിങ്ങളുടെ സഹായി അള്ളാഹു ആകുന്നു. കഴിഞ്ഞില്ല, അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ല. ഇന്നമാ വലിയുക്കും, നിങ്ങളുടെ സഹായി വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലുമാകുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാലാ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട്, ലോകരെ വിളിച്ചുകൊണ്ടാ ഖുർആൻ പറയുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ വിളിച്ച് അല്ല പറയാ, ഇന്നമാ വലിയുക്കും, നിങ്ങളുടെ സഹായി അള്ളാഹുവാണ്, വറസൂലുഹു, റസൂലാണ്. ഏതായി റസൂല്? മദീനയിൽ ഖബർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ കിടക്കുന്ന റസൂല് 21-ാം നൂറ്റാണ്ടിലുള്ള നിങ്ങളെ സഹായിക്കും. ഖാലല്ലാഹു അസ്സ വജൽ, വഫാത്തായ നബി തങ്ങള് നിങ്ങളെ സഹായിക്കുന്നു ഖുർആൻ പറയുന്നു. കഴിഞ്ഞില്ല, വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. ഈമാനിൽ കമാൽ പ്രാപിച്ച, നിസ്കാരം ക്രമപ്രകാരം ചെയ്യുന്ന, സകാത്ത് കൊടുക്കുന്ന ആളുകൾ, അതായത് ഈമാനിൽ കമാൽ, നമ്മൾ ഔലിയാക്കൾ എന്നൊക്കെ പറയുന്ന സച്ചരിതരായ സജ്ജനങ്ങൾ, അവരും നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അപ്പൊ അള്ളാഹു അനുവദിച്ച സഹായ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. ഈ സഹായ കേന്ദ്രങ്ങളോടൊക്കെ ചോദിക്കാം. ഇതൊന്നും ഖുർആനിനെതിരല്ല, ഇതൊന്നും ഹദീസിനെതിരല്ല. എന്തേ കാര്യം? അള്ളാഹു അനുവദിച്ച സഹായാണ്. ഈ സഹായമൊക്കെ ആരുടെ സഹായം തന്നെ? അള്ളാഹുവിന്റെ സഹായമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്നുള്ള ആയത്ത് മാത്രമല്ല ഖുർആൻ പറയുന്നത്, ഇങ്ങനെയും ആയത്തുണ്ട്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഏത് സഹായമുണ്ടോ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാകുന്നു. അല്ലാതെ ഏത് സഹായം ലോകത്ത് നിങ്ങൾക്ക് ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ കിട്ടുന്ന എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാകുന്നു. ഏത് അനുഗ്രഹം കിട്ടുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ റസൂലുള്ളാഹിലൂടെ കിട്ടുന്നത്, മുഹീദ്ദീൻ ഷെയ്ഖിലൂടെ കിട്ടുന്നത്, ബദരീങ്ങളിലൂടെ കിട്ടുന്നത്, ഡോക്ടറിലൂടെ കിട്ടുന്നത്, ഭാര്യയിലൂടെ കിട്ടുന്നത്, മക്കളിലൂടെ കിട്ടുന്നത്, ശിഷ്യന്മാരിലൂടെ കിട്ടുന്നത്, ബാപ്പയിലൂടെ കിട്ടുന്നത്, എല്ലാ സഹായവും അള്ളാഹുവിന്റെ സഹായമാണ്. അത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി റസൂലുള്ളാഹിനെ വിളിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആയത്തിനെതിരല്ല, നിങ്ങൾ ഓതിയ ആയത്തിനോ അതുപോലത്തെ ആയത്തുകൾക്കോ എതിരല്ല. ആ ആയത്തുകളിലൊക്കെ പറഞ്ഞതെന്താ? ഖുർആൻ പണ്ഡിതൻ മുഫസ്സിറുകളായ മുഫസ്സിറുകളൊക്കെ പറഞ്ഞതെന്താ? ആ ആയത്തിലൊക്കെ പറഞ്ഞത് ഇബാദത്ത്. ഖുൽ ഇന്നമാ അദ്ഉ ഐ അഅ്ബുദു റബ്ബി, എന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന അല്ലാഹുവിന് മാത്രം, ആരാധനയായ പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം. ആ ആരാധനയുടെ പരിധിയിൽ പെടാത്ത സഹായത്തേട്ടം അത് അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് ചോദിക്കാം. പക്ഷേ അല്ലാഹു അനുവദിച്ച കേന്ദ്രങ്ങളായിരിക്കണം. അവരോട് ചോദിക്കാം, അവരോട്
തേടാം. അത് ഖുർആനിനെതിരല്ല, അത് ഹദീസിനെതിരല്ല, പ്രമാണങ്ങൾക്കെതിരല്ല. നിങ്ങൾ ധരിച്ചിടത്തുള്ള തെറ്റാണ്, പിശകാണ്, തിരുത്തിയേ മതിയാകൂ. ആയത്തിന്റെ മലയാള ദുർവ്യാഖ്യാനം മാത്രം പറഞ്ഞ് ജനങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ എന്നാണ് അതേക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞില്ല. എല്ലാവരും പറയുന്നുണ്ട് കൗലിലൊന്നായിട്ട് കാര്യമില്ലല്ലോ, ഫീൽഡിൽ വേണ്ടേ, കൗലിലുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, ഫീൽഡിൽ വേണ്ടേ. അള്ളാഹിനോട് മാത്രമേ സഹായം അർത്ഥിക്കുള്ളൂ. നിങ്ങൾ ഇയാക്കണ ഇയാക്കണ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേറെല്ലോട് സഹായം അർത്ഥിക്കുമ്പോ എന്താ ഉസ്താദ് നിങ്ങളെ പറഞ്ഞില്ല അർത്ഥം. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ പറയാണ്, ഞാൻ ഒരു മനുഷ്യനോട് ഒരു കാര്യം പറയുന്നു, എന്നിട്ട് ഞാൻ അങ്ങേപ്പുറത്തേക്ക് തിരിഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളെന്ന് പറഞ്ഞത് എന്താ? ഇതാ സ്ഥലത്ത് ഫസ്സലില്ല. ചോദിക്കാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാവൂ, വേറെ ആരോടും ചോദിക്കാൻ പറ്റൂല എന്ന് റസൂൽ. ഇത് പറഞ്ഞ നിങ്ങൾ ആ മൈക്കെടുത്ത് നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, അല്ല തൗഹീദ് ഇസ്തിഗാഥ പറ്റുന്ന ഏത് ഖുർആനിലുള്ളത്? അപ്പൊ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് എന്നോട് ചോദിച്ചാ ഏത് ഖുർആനിലുള്ളത്? എന്താ നിങ്ങൾ ഇത്ര കഥയില്ലാതായാൽ? നിങ്ങൾ വാക്കും പ്രവൃത്തി ഒരുപോലെ ആകണ്ടേ? കൗല് മാത്രം പോലുള്ള ഫീലും ഒരുപോലെ ആവണ്ടേ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് എന്താ നിങ്ങൾക്ക് തന്നെ മനസ്സിലാണില്ല. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ഇതാ സ്ഥലത്തെ ഫസ്സലില്ല, അള്ളാഹിനോട് മാത്രം ചോദിക്കണം. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് ഗൈബിയായ അഭൗതികമാണ്, അതൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്തതാ, മിസ്മിൻ ചൊല്ലി അവിടെ തന്നെ വെക്കുക. ഇതാ സ്ഥലത്തെ ഫസ്സലില്ല, അതിന്റെ അർത്ഥം എന്താ? അദൃശ്യമായ കാര്യങ്ങൾ മാത്രം അള്ളാഹിനോട് ചോദിക്കാന്നല്ല. റസൂല് എത്ര വരെ പറഞ്ഞു? എടോ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അള്ളാഹിനോട് ചോദിക്കണം എന്നാ, ഉപ്പില്ലെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. ഹദീസിലില്ലേ ഇതൊക്കെ? അതൊക്കെ ഏത് മർത്തബയിലാണ് ആ പറഞ്ഞത്? എന്താണ് ആ പറഞ്ഞത്? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. പോക്കറ്റിൽ നിന്ന് 2 ഷീറ്റ് ആഫീസിൽ നിന്ന് കിട്ടിയതുണ്ട്. അത് ഇതാ സ്ഥലത്തെ ഫസ്സലില്ല, വൈദസ്ഥാനത്തെ വസ്ത്രമില്ല, വന്നൽ മസാജിദിലില്ല, പരാതവും ആരോടൊപ്പം നിങ്ങൾ ഇത് സംസാരിക്കണത്? കഥയില്ലാത്ത മുജാഹിദിന്റെ ഓഫീസിലുള്ളവരോട് കുട്ടികളോടൊക്കെ പറയാം, കഥയുള്ള വിവരമുള്ള ഖുർആനും സുന്നത്തും പഠിച്ച അത് പ്രാവർത്തികരാക്കലോട് ഈ വസഫാത്ത് പറയരുത്. ഇത് തെറ്റാണ്. ഇത് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പരിപാടിയാ, കാഫറാക്കുന്ന പരിപാടിയാ നിങ്ങൾ ഈ ചെയ്യുന്നത്. അത് മേലിൽ പറഞ്ഞു പോകരുത്. ഖുർആൻ വിരുദ്ധാണ് എന്നാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് രാജാതിരാജനായ പടച്ചവന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഏകാംഗരായി നിന്ന് അള്ളാഹു വിചാരണ ചെയ്യുമ്പോ ഈ കാണുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കും കാഫറുമാക്കി 14 നൂറ്റാണ്ട് കാലം ജീവിച്ച മഹാത്മാക്കളായ ഇമാമുകൾ, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയവർ, മഹാത്മാക്കളെ വിളിച്ച് തേടിയവർ, മഖബറയിൽ പോയി ബറക്കത്തെടുത്തവർ, അവരൊക്കെ മുശ്രിക്കാണ്, കാഫറാണ് എടോ എന്ന് പറഞ്ഞ് നീ ഈ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്റെ മുത്തു മുഅ്മിനീങ്ങളെ നീ കാഫറാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് അള്ളാഹു നാളെ മഹ്ശറാ ലോകത്ത് ഏകാംഗരായി, വസ്ത്രമില്ല നിങ്ങളുടെ ശരീരത്ത്, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ, കാലിൽ ചെരുപ്പില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോ ആ രംഗം നിങ്ങളൊന്ന് ഓർക്കണം. മുസ്ലിമീകളെ മുശ്രിക്കാക്കുന്നതിൽ മാറി നിൽക്കണം എന്നാണ് വളരെ വിനീതമായി ഈ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളോടും സർവ്വ മുജാഹിദുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ആഖിറത്തെ കുറിച്ച് പേടിയില്ലാത്തത് കൊണ്ടാണ്, മരിച്ചു പോകണമെന്ന ചിന്തയില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ പൂർവികർ നമുക്ക് ഖുർആൻ എത്തിച്ചു തന്നവർ, നമുക്ക് ഹദീസ് പറഞ്ഞു തന്നവർ, നമുക്ക് ഖുർആനിന്റെ ബാലപാഠം പഠിപ്പിച്ചു തന്നവർ, അവരൊക്കെ കാഫിറാണ്, അവരൊക്കെ മുശ്രിക്കാണ്, അവർ മമ്പുറം ജാറത്തെങ്കിൽ പോയവരാണ്, അവർ റസൂലുള്ളാഹിനെ വിളിച്ചവരാണ്, അത് അവർ കുത്തുബിയത്ത് ചൊല്ലിയവരാ, കുത്തുബിയത്ത് ചൊല്ലിയവർ മുശ്രിക്കാണ്, മമ്പുറത്ത് പോയവർ വിഗ്രഹാരാധകരാണ് എന്നൊക്കെ പറഞ്ഞ് ലോക മുസ്ലിമീങ്ങളെയും സാത്വികരായ മഹാത്മാക്കളായ പണ്ഡിതരെയും നമുക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തന്ന ആളുകളെയും ഒക്കെ കാഫിറും മുശ്രിക്കുമായി മുദ്രകുത്തി നിങ്ങൾ അഹന്തയുടെ ആൾരൂപമായി നടക്കുന്ന വഹാബിസമുണ്ടല്ലോ, ആ കിബറിന്റെ അഹന്തയുടെ ഞങ്ങൾ മാത്രമേ തൗഹീദ് തിരിഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾക്ക് 4 ആൾക്കും പുതിയാപ്പിളക്കും ആഫീസിലുള്ള 4 ആളുകൾക്കും മാത്രമേ തൗഹീദ് പഠിച്ചിട്ടുള്ളൂ, ഖുർആൻ മനസ്സിലായിട്ടുള്ളൂ, 14 നൂറ്റാണ്ട് കാലം ജീവിച്ച മഹാത്മാക്കളൊക്കെ കാഫിറും മുശ്രിക്കുമാകുന്നു എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ് നീളമുള്ള താടിയും വെച്ച് ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഞങ്ങളുടെ മുസ്ലിമീങ്ങൾ ഈ അഹ്ലുസുന്നയുടെ വാത്തോരടികൾ ശ്രമിച്ചിട്ടുള്ള വിശ്വാസികളുള്ള കാലത്തോളം കേരളത്തിലെ മുജാഹിദുകളുടെ ഈ പുകമറ ഇനി അനുവദിക്കുകയില്ല എന്ന കാര്യം ഈ സന്ദർഭത്തിൽ വളരെ വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മരിച്ചു പോകണമെന്ന ചിന്ത വേണം. ഈ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കും കാഫിറുമാക്കി നിങ്ങൾ മാത്രം ഒരു അന്നൽ മസാജിദിലില്ലാഹിയുടെ ആളുകൾ, നിങ്ങൾ മാത്രം ഒരു ഖുർആനിന്റെ ആളുകൾ, നിങ്ങൾ മാത്രം ഒരു ഇദാ സഅൽത ഫസ്അലില്ല എന്ന് പറഞ്ഞ ഹദീസിന്റെ ആളുകൾ, ബാക്കിയുള്ളവരൊക്കെ കാഫിറും മുശ്രിക്കുമാണെന്ന വിചാരമുണ്ടല്ലോ, അത് നിങ്ങളുടെ ആഖിറത്തിൽ അധപ്പതനത്തിനുള്ള വിശ്വാസമാണ്, അധപ്പതനത്തിലേക്കുള്ള കുടി തോണ്ടുകയാണ് നിങ്ങൾ എന്ന കാര്യം
എല്ലാ മുജാഹിദുകളും ഓർക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നു. റഹീമാസ്റ്റു വലത്തും ഇടത്തും ഇബ്രാഹിം സഖാഫി ചവിട്ടിലും ഒക്കെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. നിർത്തണം നിർത്തണം നിർത്തണം. പോലീസുകാർ സാധുക്കൾ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും അവരെ ശല്യം ചെയ്യാണ്. വേറെ കുറച്ച് നിർത്തിപ്പിച്ച് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആഫീസ് പൂട്ടേണ്ടി വരും എന്ന ബേജാറ് കൊണ്ട് പലരും വിളിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയോ, തിരുവനന്തപുരത്ത് ഞങ്ങൾ മുഖാമുഖം നടത്തിയപ്പോ അവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ആ മൂക്കിന്റെ ചുവട്ട്, നമ്മളെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന്റെ ചുവട്ട് 5 മണിക്ക് ആരംഭിച്ച മുഖാമുഖം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 7.5 മണിക്കൂർ നീണ്ടു നിന്നു. 1:30 മണി 2 മണിയുടെ അടുത്തായപ്പോഴാ പരിപാടി നിർത്തി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അത് നിയന്ത്രിക്കാൻ വന്ന പോലീസുകാർ ഇത് കേട്ടപ്പോ, അവിടുത്തെ വലിയ ഉന്നത പോലീസുകാർ, ഇത് പരിപാടി തെറ്റില്ലല്ലോ, ഇത് കച്ചറിയും പ്രശ്നമൊന്നുമില്ലല്ലോ, ഓലും അവിടെ വന്ന് ഇതിങ്ങനെ ശ്രമിച്ചപ്പോ ഓലും അത് ജയിച്ചു പോയി. ഓല് നിർത്താൻ വേണ്ടി മുജാഹിദ് ഓലെ കൊണ്ടുവന്നതായിരുന്നു. ഓലിത് കേട്ടപ്പോ ചോദ്യവും ഉത്തരവും നല്ല രസമല്ലോ, ഓലും അതിലാണ് ജയിച്ചു പോയി. 2 മണിയോളം പരിപാടി നീണ്ടു. പെരിന്തൽമണ്ണയിൽ നമ്മുടെ നെഹ്റു ഓഡിറ്റോറിയത്തിൽ നടന്ന സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി എല്ലാവർക്കും ഓർമ്മയുണ്ട്. അവിടെ ഡിവൈഎസ്പിനെ പിടിച്ചുകൊണ്ടുവന്ന് മുജാഹിദുകൾ നിർത്തിക്കാൻ വേണ്ടി അയാൾ കുറച്ചു നേരത്തെ ഇങ്ങനെ വീക്ഷിച്ചു. കണ്ടപ്പോൾ ആൾക്ക് നല്ല ഹരം തോന്നി. 11 മണി വരെ ആ പരിപാടി നീണ്ടു നിന്നു. ഞാൻ പറയുന്നത്, അപ്പൊ പല ആളുകൾക്കൊരു വിഷമുണ്ടാകും എന്നല്ലാതെ ഈ പരിപാടിക്ക് ഒരു തകരാറുമില്ല. ഞങ്ങൾ പറയുന്നത് 100% സത്യമാണ്. പൂർവികർ പഠിപ്പിച്ച പാരമ്പര്യമാണ്. ആ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിച്ച് നമ്മൾ മഹാത്മാക്കളോടൊത്ത് സ്വർഗത്തിൽ പോവാൻ തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജാഹിദ് മൗലവിമാര് പോകാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് തരാം. പോലീസിന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നിർത്തുന്നത്. നമുക്ക് വേണമെങ്കിൽ എത്ര സമയവും സംസാരിക്കാം. കിതാബുകൾ തന്നെ ഇവിടെ മുമ്പിലുണ്ട്. ഞങ്ങൾ റെഡിയാണ്. മൈക്ക തൽക്കാലം ഓഫാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ആരും ബേജാറാവേണ്ടതില്ല. അങ്ങനെ സംശയം തീരാതെ മുജാഹിദ് മൗലവിമാരായി വന്നിട്ടുള്ളവർ പോകും വേണ്ട. ആയത്തും ഹദീസൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾക്കും ഇവിടെ കടന്നു വരാമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങൾ എല്ലാവരും ഈ പരിപാടിയോട് ഒന്ന് സഹകരിക്കണം. ആ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്നും ഇങ്ങോട്ട് അടുത്ത് വന്ന് നമ്മളെ പ്രവർത്തകരെ ഒന്ന് സന്തോഷിപ്പിക്കണം. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഭീമമായ സംഖ്യ ചെലവുള്ളതാണ്. എല്ലാവരും ഇതിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകണം. അള്ളാഹു കബൂലാക്കട്ടെ. സ്വല്ലല്ലാഹു